SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള GKയുടെ സീരീസ് ഹിസ്റ്ററിയിൽ 15ാമത്തെ വീഡിയോ ആണ് ചോള ഡൈനാസ്റ്റി. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ആയിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ആ ഒരു ഭാഗം വരുന്നത്, കനൗജിൻ്റെ ആ ഒരു ഭാഗമൊക്കെ. അടുത്തത് സൗത്ത് ഇന്ത്യൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയാണ് ചോള ഡൈനാസ്റ്റി. അപ്പോൾ കഴിഞ്ഞ ഒരു ചോള ഡൈനാസ്റ്റിനെ പറ്റി ഇതിനു മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് സംഘം ഏജിലെ സമയത്തുള്ള ചോള ഡൈനാസ്റ്റിയാണ്, സംഘം പീരീഡിലുള്ള ചോള ഡൈനാസ്റ്റി. അത് തേർഡ് ബി സി മുതൽ തേർഡ് AD വരെയുള്ള ഒരു പീരീഡിലായിരുന്നു സംഘം ഏജ് എന്ന് പറയുന്നത്. പിന്നെ ആ സമയത്തിന് ശേഷം പിന്നീട് വരുന്ന ആ ഫാമിലിയിൽപ്പെട്ട ആളുകൾ തന്നെ ഒരു ഡൈനാസ്റ്റി രൂപം കൊടുക്കുന്നതാണ് ഈ ചോള ഡൈനാസ്റ്റി. 9th സെഞ്ച്വറിയിലെ ഈ ടൈം പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് പറഞ്ഞ ചോളാസ് ഈ 3rd സെഞ്ച്വറി BC ടു 3rd സെഞ്ച്വറി AD വരെയാണ്. ഇപ്പോൾ ഉള്ളത് 9th സെഞ്ച്വറി ടു 13th സെഞ്ച്വറി വരെയുള്ളതാണ് ഇപ്പോൾ പറയുന്ന ലേറ്റർ ചോളാസ്, അതായത് ഇമ്പീരിയൽ ചോളാസ് എന്ന് പറയും, ഇമ്പീരിയൽ ചോളാസ്. അപ്പോൾ ഇതിനിടയിലുള്ള പീരീഡിൽ കുറേ ആളുകൾ ഈ ഒരു ഭാഗം, സൗത്ത് ഇന്ത്യയുടെ ഭാഗം ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3rd സെഞ്ച്വറി ADക്ക് ശേഷം വരുന്ന ഒരു പീരീഡ്, 3rd സെഞ്ച്വറി ADക്ക് മുതൽ പിന്നെ ഒരു 6th സെഞ്ച്വറി ഒക്കെ വരുന്ന ആ ഒരു പീരീഡിൽ ഈ സൗത്ത് ഇന്ത്യയെ ഭരിക്കുന്നത് കാൽബ്രാസ് ആണ്, കാലബ്രാസ്. അപ്പോൾ ഇവരെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്നുള്ള എവിഡൻസോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പീരീഡിനെ ബ്ലാക്ക് ഏജ് എന്നാണ് വിളിക്കുന്നത്, ബ്ലാക്ക് ഏജ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ കൊണ്ടുള്ള എവിഡൻസോ മറ്റ് രേഖകളോ ഒന്നുമില്ല. സംഘം ഏജിലാണെങ്കിൽ അവിടുത്തെ പുസ്തകങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് 3rd സംഘം പീരീഡിൽ. അപ്പോൾ ഈ 3rd സെഞ്ച്വറി AD ടു 6th സെഞ്ച്വറി AD ആണ് കാലബ്രാസ്. പിന്നീട് അതിന് ശേഷം അവിടത്തേക്ക് പല്ലവാസ് ഭരിക്കുന്നുണ്ട് 6th സെഞ്ച്വറിക്ക് ശേഷമൊക്കെ. അപ്പോൾ ഇവിടെ ആണ് അടുത്ത ചോള ഡൈനാസ്റ്റി തുടങ്ങുന്നത്. ചോള ഡൈനാസ്റ്റി എല്ലാ ഡൈനാസ്റ്റിയും പോലെ ആദ്യത്തെ ഫൗണ്ടറാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഫൗണ്ടർ വിജയാലയ ചോള. അപ്പോൾ ഈ വിജയാലയ ചോള എന്ന് പറയുന്നത് ആ സമയത്തെ പല്ലവാസിൻ്റെ ഫ്യൂഡേറ്ററി ആയിരുന്നു. ഫ്യൂഡേറ്ററി എന്ന് പറയുന്നത് ഒരു വലിയ ഡൈനാസ്റ്റി ഭരിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് ഒരു ഒന്നുകിൽ ഒരു ഗവർണർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ലീഡർ എന്നുള്ള രീതിയിലൊക്കെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഭരിക്കുന്ന ആളുകളെയാണ് ഫ്യൂഡേറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ പഴയ ചോളാസിൻ്റെ 3rd സെഞ്ച്വറി BC ടു 3rd സെഞ്ച്വറി AD വരെ ഭരിച്ച സംഘം ഏജിലെ ചോളാസിൻ്റെ ഫാമിലിയാണെന്ന് അവകാശപ്പെടുന്നവരാണ് ഈ വിജയാലയ ചോളാസ്. അവർ പിന്നീട് പല്ലവാസിൽ നിന്ന് മാറിക്കൊണ്ട് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഡൈനാസ്റ്റി രൂപം കൊടുത്തുന്നു. അപ്പോൾ അവരെ പറയുന്നതാണ് ഫ്യൂഡേറ്ററി ടു പല്ലവാസ്. അപ്പോൾ ആ സമയത്ത് ഈ തഞ്ചാവൂർ എന്ന് പറയുന്നത് മുത്തരയ്യാറാണ്. അവിടെ ഈ മുത്തരയ്യാറിൻ്റെ കയ്യിൽ നിന്നാണ് ഈ തഞ്ചാവൂർ സിറ്റി ഈ വിജയാലയ ചോള പിടിച്ചെടുക്കുന്നതും അത് ക്യാപിറ്റൽ ആയിക്കൊണ്ട് ഈ ഇമ്പീരിയൽ ചോള സ്ഥാപിക്കുന്നതും ഏകദേശം 9th സെഞ്ച്വറിയിൽ 850 പറഞ്ഞു, 9th സെഞ്ച്വറി പീരീഡിൽ. അപ്പോൾ അതിനുശേഷം ഈ നിശുംബ സുധനി എന്ന് പറയുന്ന ഗോഡസിന് വേണ്ടിയിട്ട് ഒരു ടെമ്പിൾ പണിയുന്നുണ്ട് തഞ്ചാവൂരിൽ. നിശുംബ സുധനി എന്ന് പറയുന്നത് നമ്മുടെ ദുർഗേൻ്റെ ഒക്കെ ഉള്ള, ദുർഗ എന്നൊക്കെ പറയുന്നത് പോലുള്ള കുറച്ചൊരു വാരിയർ ഗോഡസ്. അപ്പോൾ വിജയാലയ ചോളയെ പറ്റിയിട്ട് പ്രധാനമായിട്ടുള്ള 3 പോയിന്റുകളാണുള്ളത്. ഒന്ന്, ഫൗണ്ടർ ഓഫ് ഇമ്പീരിയൽ ചോളാസ്, ഫ്യൂഡേറ്ററി ടു പല്ലവാസ്, ക്യാപ്ചേർഡ് തഞ്ചാവൂർ ഫ്രം മുത്തരിയാർ. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. തഞ്ചാവൂർ ആരിൽ നിന്നാണ് ക്യാപ്ചർ ചെയ്യുന്നത്? മുത്തരിയാറസിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ അദ്ദേഹം സ്ഥാപിച്ച ഒരു അമ്പലമുണ്ട് തഞ്ചാവൂരിൽ, അത് ഏത് ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ്? നിശുംബ സുധനി ദേവിക്ക്. പിന്നെ അതിനുശേഷം ആദ്യത്തെ വിജയാലയ ചോള. പിന്നെ വരുന്ന റൂളറാണ് പരന്തക ഫസ്റ്റ്, പ്രാന്തക അല്ലെങ്കിൽ പരന്തക. അപ്പോൾ ഇത് തൊട്ട് താഴെ വരുന്നതല്ല, ഇതിൻ്റെ ഇടയിലും ചിലപ്പം കുറച്ച് റൂളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്, ഡിഫീറ്റഡ് പാണ്ഡ്യാസ്, പാണ്ഡ്യാസിനെ തോൽപ്പിച്ചു, പക്ഷേ രാഷ്ട്രകൂടാസിനോട് തോറ്റു. അതായത് ഈ പരന്തക മണ്ണിനെ രാഷ്ട്രകൂട കിങ്ങായ കൃഷ്ണാദി III തോൽപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹം ജയിച്ചു, പരന്തക മണ്ണ് തോറ്റു. അപ്പോൾ ആ യുദ്ധത്തിന് വിളിക്കുന്ന പേരാണ് ബാറ്റിൽ ഓഫ് തക്കോളം. പിന്നെ ഇദ്ദേഹം സ്ഥാപിച്ച ഒരു രാമേശ്വരത്ത് ഇദ്ദേഹം സ്ഥാപിച്ച ഒരു അമ്പലമാണ് കൃഷ്ണാദി III സ്ഥാപിച്ച അമ്പലമാണ് കൃഷ്ണേശ്വര ടെമ്പിൾ അറ്റ് രാമേശ്വരം. ലോസ്റ്റ് രാഷ്ട്രകൂട കിങ് കൃഷ്ണ III. അപ്പോൾ ഈ പരന്തക മണ്ണിനെ, അതായത് ചോള വേഴ്സസ് രാഷ്ട്രകൂട,
ചോള വേഴ്സസ് രാഷ്ട്രകൂട ബാറ്റിലാണ് തക്കോളം. അപ്പോൾ ഇതിൽ രാഷ്ട്രകൂട കിങ്ങായ കൃഷ്ണ തേർഡ് വിജയിച്ചു. എന്നിട്ട് അദ്ദേഹം പണിത ടെമ്പിളാണ് രാമേശ്വരത്തെ കൃഷ്ണേശ്വര ടെമ്പിൾ. അപ്പോൾ ഇതിൽ ഈ ചോളാസിനെ തോൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പില്ലർ സ്ഥാപിക്കുന്നുണ്ട്, ഒരു വിക്ടറി പില്ലറും കൂടെ അവിടെ ഈ വിക്ടറി പില്ലർ ഈ കൃഷ്ണേശ്വര ടെമ്പിളിൽ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ വിജയാലയ ചോള, പിന്നെ പരന്തക വണ്ണ്. ഡിഫീറ്റഡ് പാണ്ഡ്യാസ് ആൻഡ് ഹി ലോസ്റ്റ്. പരന്തക ഫസ്റ്റ്, ലോസ്റ്റ് ടു രാഷ്ട്രകൂട കിങ് കൃഷ്ണാദി തേർഡ്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് റൂളേഴ്സാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഇവ രണ്ടാളെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ഈ വരുന്ന രണ്ടാളുകളാണ്. അപ്പോൾ ഈ പരന്തക ഫസ്റ്റിന് ശേഷം പിന്നെയും കുറച്ച് റൂളേഴ്സ് വരുന്നുണ്ട്. അതിന് ശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട റൂളറാണ് രാജരാജ ഫസ്റ്റ്, കണ്ടംപററി ടു മുഹമ്മദ് ഓഫ് ഗസ്നി. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ്, ഒന്ന്, ആ സമയത്ത് തന്നെ ആരുണ്ട്, ഈ ചേരാസും പാണ്ഡവാസും ഉണ്ട്. ചേര എന്ന് പറയുന്നത് നമ്മളെ ഈ കേരള പുത്രാസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം, നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമാണ് ഈ ചേരാസ്. കേരളവും തമിഴ്നാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളും ചേരുന്നത്. അപ്പോൾ രാജരാജ ഫസ്റ്റ് ഡിഫീറ്റഡ് ചേരാസ് അറ്റ് ട്രിവാൻഡ്രം. ഇന്നത്തെ തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്ത് വെച്ച് നടക്കുന്ന യുദ്ധത്തിൽ ചേരാസിനെ തോൽപ്പിക്കുന്നു. അതുപോലെ തൊട്ട് മേലെയുള്ള പാണ്ഡ്യാസ് മധുരൈ ഭാഗത്താണുള്ളത്. ഡിഫീറ്റഡ് പാണ്ഡ്യാസ് ആൻഡ് കോൺഗേഡ് മധുരൈ. അപ്പോൾ താഴെ പാണ്ഡ്യാസ്, മേലെ ചോള. അപ്പോൾ ഈ പാണ്ഡ്യാസിനെയും തോൽപ്പിച്ചു, ചേരാസിനെയും തോൽപ്പിച്ചു. അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്, രാജരാജ ഫസ്റ്റ്. പിന്നെ അതുപോലെ ഹി ഇൻവേഡഡ് ശ്രീലങ്ക. ശ്രീലങ്കയെ മൊത്തമായി കീഴ്പ്പെടുത്തിയെന്നില്ല, ഹി അറ്റാക്ക്ഡ് ശ്രീലങ്ക. പിന്നെ അതുപോലെ ഇവിടെ ഒരു മാൽഡീവ്സ്, നമ്മളെ ഈ ലക്ഷദ്വീപിൻ്റെയൊക്കെ താഴെയുള്ള മാൽഡീവ്സും കൂടെ ഈ രാജരാജ ഫസ്റ്റ് കോൺക്വർ ചെയ്യുന്നുണ്ട്. മാൽഡീവ്സ് ഒരു ഐലൻഡാണ്, ലക്ഷദ്വീപിൻ്റെയൊക്കെ താഴെ ഭാഗത്ത് വരുന്ന മാൽഡീവ് ഐലൻഡ്സ്. പിന്നെ അതുപോലെ പിന്നെ പറയുന്നത് നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന ഇന്തോനേഷ്യ, ആ ഒരു ഭാഗത്ത് വരുന്ന ഒരു ശൈലേന്ദ്ര ഡൈനാസ്റ്റി ഉണ്ട്, ശൈലേന്ദ്ര. അപ്പോൾ ശൈലേന്ദ്ര റൂളർ ഓഫ് ശ്രീവിജയപുരം. ശ്രീവിജയപുരത്തെ ശൈലേന്ദ്ര റൂളറോട്, അതായത് നമ്മുടെ ആ ഇന്ത്യേൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഇന്തോനേഷ്യ ആ ഒരു ഭാഗത്തൊക്കെയുള്ള ശൈലേന്ദ്ര ഡൈനാസ്റ്റിയിലെ ഒരു റൂളറോട് ഈ രാജരാജ ഫസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ബുദ്ധിസ്റ്റ് വിഹാര സ്ഥാപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ബുദ്ധിസ്റ്റ് വിഹാരം സ്ഥാപിക്കുന്നുണ്ട് നാഗപട്ടണത്ത്. അപ്പോൾ ഇതാണ് രാജരാജ വണ്ണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഹി ഡിഫീറ്റഡ് ചേരാസ് അറ്റ് ട്രിവാൻഡ്രം, പാണ്ഡ്യാസ് ആൻഡ് കോൺഗേഡ് മധുരൈ. അപ്പോൾ പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ മറ്റ് രണ്ട് ഡൈനാസ്റ്റികളെ രാജരാജ വണ്ണ് തോൽപ്പിക്കും. സ്വാഭാവികമായിട്ടും ചോള എംപയർ കുറച്ചും കൂടി എക്സ്പാൻഡ് ആവുന്നു. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ ഇൻവേഡ് ചെയ്യുന്നു, മാൽഡീവ്സിനെ കോൺക്വർ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ശൈലേന്ദ്ര ഡൈനാസ്റ്റിയുടെ ഹി എൻകറേജ്ഡ് ശൈലേന്ദ്ര റൂളർ ഓഫ് ശ്രീ വിജയപുരം ടു ബിൽഡ് എ ബുദ്ധിസ്റ്റ് വിഹാരം എന്ന് പറയുന്നത് ബുദ്ധിസത്തിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ബുദ്ധിസത്തിൽ വിഹാരം എന്ന് പറയുമ്പോൾ ആ മോങ്സ് താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയക്ക് പറയുന്നതാണ് വിഹാരാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു ഭാഗത്ത് എന്തുണ്ടാവും, ബുദ്ധിസത്തിന് വലിയ രീതിയിൽ വളർന്നു വരും. ഇപ്പല്ല, ആ ഒരു സമയത്ത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകനാണ് അടുത്ത വരുന്ന റൂളറാണ് പ്രധാനപ്പെട്ട രാജേന്ദ്ര ഫസ്റ്റ്. രാജേന്ദ്ര ഫസ്റ്റ് കംപ്ലീറ്റ്ലി ഓവർ റാൻ ചേരാസ് ആൻഡ് പാണ്ഡ്യാസ്. അപ്പോൾ രാജരാജ ഫസ്റ്റ്, അച്ഛനായിട്ടുള്ള രാജരാജ ഫസ്റ്റ് ചേരാസിനെയും പാണ്ഡ്യാസിനെയും തോൽപ്പിച്ചു. ഹി കംപ്ലീറ്റ്ലി ഓവർ ത്രോൺ ചേരാസ് ആൻഡ് പാണ്ഡ്യാസ്. അപ്പോൾ അതുപോലെ തന്നെ ഇയാൾ ശ്രീലങ്ക ഇൻവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജേന്ദ്ര വൺ കംപ്ലീറ്റ്ലി കോൺക്വേർഡ് ശ്രീലങ്ക. അപ്പോൾ ചോളാസിൻ്റെ കീഴിലായി ഇന്നത്തെ ശ്രീലങ്കയുടെ മുഴുവൻ ഭാഗവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെഡിഷൻ എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ സൗത്തിൽ നിന്ന്, ഇവിടെയാണ് ഈ ചോളാസ് ഉള്ളത്. ഗംഗാ നദി ഇങ്ങനെ നോർത്തിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സൈന്യം ഈ ഗംഗാ നദി കീഴടക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് സിംബോളിക്കലായിട്ട് ഗംഗാ നദി ക്രോസ് ചെയ്തു. എന്നിട്ട് ഈ ബംഗാൾ പ്രൊവിൻസിലുള്ള ഈ രണ്ട് കിങ്സ് ഉണ്ട്, ആ കിങ്സിനെ ഇവിടുത്തെ ചോള ആർമി തോൽപ്പിച്ചു. അപ്പോൾ എന്നിട്ട് ഈ ഗംഗാ നദിയിലെ വെള്ളം, ഗംഗാജലം തിരിച്ച് തമിഴ്നാട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഗംഗ ഡിഫീറ്റ് ചെയ്യുക, ഒരു സൗത്തിലെ ഒരു കിങ് ഗംഗയെ ഡിഫീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജേന്ദ്ര ഫസ്റ്റിന് ഒരു ടൈറ്റിൽ അസ്യൂം ചെയ്യുന്നുണ്ട്, ഗംഗൈ കൊണ്ട ചോള.
ഗംഗൈക്കൊണ്ട ചോളൻ, അതായത് ഗംഗയെ കീഴ്പ്പെടുത്തിയ ചോള രാജാവ്. പിന്നെ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിക്ടറി സിമ്പലായിട്ട് ഒരു പുതിയ സിറ്റി അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപിറ്റൽ ആയിക്കൊണ്ട് ഗംഗൈക്കൊണ്ട ചോളപുരം. അപ്പോൾ ഗംഗൈ എന്ന് പറയുന്നത് ഗംഗാ നദി, ഗംഗൈക്കൊണ്ട എന്ന് പറഞ്ഞാൽ ഗംഗയെ കീഴ്പ്പെടുത്തിയ ചോള രാജാവ്. പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു ഇതുള്ളത് കണ്ടംപററി ഓഫ് മുഹമ്മദ് ഗസ്നി എന്നുള്ളത് രാജരാജ ഫസ്റ്റ് ആണ്. രാജരാജ ഫസ്റ്റ് ആണ് മുഹമ്മദ് ഓഫ് ഗസ്നീൻ്റെ കണ്ടംപററി. അല്ല, രാജേന്ദ്ര ഫസ്റ്റ് ആണ്. ഇത് തെറ്റാണ്. കണ്ടംപററി ടു മുഹമ്മദ് ഓഫ് ഗസ്നി എന്നുള്ളത് രാജേന്ദ്ര ഫസ്റ്റ് ആണ്. പിന്നെ അതുപോലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ 2 ഇയറും 985 1014. ഇത് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. രാജരാജ ഫസ്റ്റ് അധികാരത്തിൽ വരുന്നത് 985. അതുപോലെ തന്നെ 1014 വരെയാണ് അദ്ദേഹത്തിൻ്റെ റെയിൻ. അപ്പോൾ ഇവിടുന്ന് ഓർമ്മിക്കാനായിട്ട് ഈ 1000 ക്രോസ് ചെയ്യുന്നത്, AD 1000 ക്രോസ് ചെയ്യുന്നത് രാജരാജ 1 ആണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട റൂളേഴ്സ്. ഒന്നും കൂടെ നോക്കിയാണെങ്കിൽ ഏറ്റവും ഫൗണ്ടർ എന്ന് പറയുന്നത് വിജയാലയ ചോള. അദ്ദേഹത്തിൻ്റെ 3 പോയിൻറ്റ്സ്. പല്ലവാസിൻ്റെ ഫ്യൂഡേറ്ററി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ സംഘം പീരീഡിലെ ചോളാസിൻ്റെ ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ ഡൈനാസ്റ്റി, വീണ്ടും ചോള ഡൈനാസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ക്യാപിറ്റലായിട്ട് തഞ്ചാവൂരാണ്. മുത്തരയാറിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് തഞ്ചാവൂർ സിറ്റി ക്യാപിറ്റലായിക്കൊണ്ടാണ് ചോള ഡൈനാസ്റ്റി രൂപീകരിക്കുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ടെമ്പിളിലെ പ്രതിഷ്ഠ നിശുംബത് സുധനി ദേവിയാണ്. അപ്പോൾ ആദ്യത്തേതാണ് വിജയാലയ ചോള. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട റൂളറാണ് പരന്തക ഫസ്റ്റ്. അതിലെ ഇമ്പോർട്ടൻസ് പാണ്ഡ്യാസിനെ കീഴ്പ്പെടുത്തി. ഇദ്ദേഹത്തിന് ഈ രാഷ്ട്രകൂടാസ് പഠിക്കുമ്പോഴാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് കൃഷ്ണാദി തേർഡ് ഏത് ചോള റൂളറെയാണ് തോൽപ്പിച്ചതെന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസറാണ് പരന്തക ഫസ്റ്റ്. അപ്പോൾ ഈ കൃഷ്ണ 3 എന്നിട്ട് സ്ഥാപിച്ച ഈ ഡിഫീറ്റിൽ ബാറ്റിൽ ഓഫ് തക്കോളത്തിൽ ചോളാസിനെ തോൽപ്പിച്ചതിൻ്റെ മെമ്മറി, വാർ വിക്ടറി മെമ്മോറി ആയിട്ട് സ്ഥാപിച്ച ടെമ്പിളാണ് കൃഷ്ണേശ്വര ടെമ്പിൾ അറ്റ് രാമേശ്വരം. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട റൂളേഴ്സാണ് ഈ രാജേന്ദ്ര ഫസ്റ്റ്, പിന്നെ രാജരാജ ഇവരൊക്കെ സ്ഥാപിക്കുന്ന ഓരോ ടെമ്പിൾസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ഈ ഓർഡർ. രാജരാജ, പിന്നെ രാജേന്ദ്ര, പിന്നെ വീണ്ടും രാജരാജ സെക്കൻഡ്. അപ്പോൾ ഇവർ 3 പേരും 3 പ്രധാനപ്പെട്ട ടെമ്പിൾസ് സ്ഥാപിക്കുന്നുണ്ട്. അത് പ്രീവിയസ് ഇയറിലെ സ്ഥിരം ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഓർഡർ ഒന്ന് ഓർമ്മിക്കണം. ആദ്യം വിജയാലയ ചോള ഫൗണ്ടർ, പിന്നെ പരന്തക ഫസ്റ്റ്, പിന്നെ രാജരാജ ഫസ്റ്റ്. അദ്ദേഹത്തിനെ പറ്റി ഇവിടെ നോക്കി. ഈ 2 ഇയർ 985 1014. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനാണ് രാജേന്ദ്ര ഫസ്റ്റ്. ബാക്കി ഈ കണ്ട ഓർഡറിൽ ബാക്കിയൊന്നും അച്ഛനും മകനൊന്നും ആയിരിക്കില്ല. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് റൂളേഴ്സ് ഉണ്ടാവും. മൊത്തത്തിൽ 10-15 റൂളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനാണ് രാജേന്ദ്രൻ. രാജരാജ 1ൻ്റെ മകനാണ് രാജേന്ദ്രൻ. അതിനുശേഷം പിന്നെ വരുന്ന ഒരു റൂളറാണ് രാജരാജ 2. ഇതിൻ്റെ ഇടയിൽ ഒരു റൂളറുണ്ട് കൂലോത്തുംഗ എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കുന്നത് ഈ രാജേന്ദ്ര ഫസ്റ്റിൻ്റെ മകളുടെ മകനാണ് കൂലോത്തുംഗ. അതായത് രാജേന്ദ്ര 1ൻ്റെ മകളുടെ മകൻ. അപ്പോൾ മകൾ എന്ന് പറയുമ്പോൾ ഈ കൂലോത്തുംഗയുടെ അമ്മ ചോള ഡൈനാസ്റ്റിയായി ബന്ധപ്പെട്ട ആളാണ്. അച്ഛൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ചാലുക്യാസ്. അപ്പോൾ ഈ കൂലോത്തുംഗ ചോള കിങ്ങായി മാറുന്ന സമയത്ത് തന്നെ ഈ ചാലുക്യാസിൻ്റെയും ചോളാസിൻ്റെയും ഒരു മർജിങ് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് റൂളറാണ് കൂലോത്തുംഗ ഫസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോള റൂളേഴ്സ്. ഈ ഓർഡർ വിജയാലയ, പരന്തക, അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട 3 റൂളേഴ്സ് രാജരാജ ഫസ്റ്റ്, അദ്ദേഹത്തിൻ്റെ മകൻ രാജേന്ദ്രൻ, പിന്നെ വരുന്ന രാജരാജ സെക്കൻഡ്. ഇന്ത്യയിലെ മറ്റ് ഏൻഷ്യൻ കിങ്സിനെക്കാട്ടിയും വ്യത്യാസമായിട്ട് ചോള ഡൈനാസ്റ്റിയുടെ നേവൽ എക്സ്പെഡിഷൻസ് വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ ചോളാസിൻ്റെ നേവി വളരെ ശക്തമായിരുന്നു. ഈ ഇന്തോനേഷ്യ അല്ലെങ്കിൽ മലേഷ്യ, സിംഗപ്പൂർ ഈ ഒരു ഭാഗത്തൊക്കെ ഈ ചോളാസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത് ചോള ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയാസ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കടന്നു പോകണമെങ്കിൽ അത്രയും വലിയ നേവൽ ശക്തി ഉണ്ടായാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ചോളാസിൻ്റെ നേവൽ വളരെ പവർഫുള്ളാണ്. അതുപോലെ ഈ രാജേന്ദ്ര ഫസ്റ്റിന അതുകൊണ്ട് തന്നെ ഒരുപാട്
ഇപ്പോൾ ഗംഗയൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് തന്നെ നെപ്പോളിയൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ചോളാസിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് ഈ ശൈലേന്ദ്ര ഡൈനാസ്റ്റി കൂടുതൽ ബുദ്ധിസം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ശൈലേന്ദ്ര ഡൈനാസ്റ്റിയിൽ ഈ ഒരു ഭാഗത്ത് ഇന്നും അവിടെ ബുദ്ധിസത്തിൻ്റെ എഫക്റ്റ് കാണുന്നത് ഈ ചോളാസിൻ്റെ എക്സ്പെഡിഷൻ മൂലമാണ്. പിന്നെ കുറച്ച് പോയിന്റ്സ് ഇവിടെ പറയുന്നത്, ചോള ഫൗട്ട് അഗെയിൻസ്റ്റ് ചാലുക്യാസ് ഓഫ് കല്യാണി. അപ്പോൾ ഈ ചാലുക്യാസ് ഓഫ് കല്യാണി നമ്മുടെ ചാലുക്യൻ്റെ സമയത്ത് ഈസ്റ്റ്, വെസ്റ്റ്, ബദാമി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലതരത്തിൽ ചാലുക്യാസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബദാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അതിന് ശേഷം ഈസ്റ്റേൺ ചാലുക്യാസ്, പിന്നെ ലേറ്റർ ചാലുക്യാസ് അഥവാ വെസ്റ്റേൺ ചാലുക്യാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലേറ്റർ ചാലുക്യ, വെസ്റ്റേൺ ചാലുക്യാസിൻ്റെ ക്യാപിറ്റലാണ് കല്യാണി. അപ്പോൾ ഈ ചാലുക്യാസ് ഓഫ് കല്യാണിക്കെതിരെ ചോളാസ് ഫൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഒരു പോയിന്റ്, ചോള എംപയർ ഡിക്ലൈൻഡ് ഡ്യൂറിങ് ഏർലി പാർട്ട് ഓഫ് 13th century. അപ്പോൾ ഇവരെ ടൈം പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 9th century മുതലാണ് നമ്മുടെ ഇന്ന് കാണുന്ന ഇപ്പം പറയുന്ന ഇമ്പീരിയൽ ചോളാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ 13th century ആകുമ്പോഴേക്ക് അവർ സ്വാഭാവികമായിട്ടും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്തുള്ള കുറച്ച് കണ്ടംപററി ആയിട്ടുള്ള മറ്റ് ഡൈനാസ്റ്റികളാണ് ഇവിടെ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് യാദവാസ്, പിന്നെ അതുപോലെ ഹൊയ്സലാസ്, പിന്നെ കാക്കാത്തിയാസ് ഓഫ് ആറങ്കൽ, പിന്നെ നമ്മുടെ പാണ്ഡ്യാസ് പിന്നെ വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ യാദവാസ് ഈ ടൈം പീരീഡും. അപ്പോൾ ഇവരെ ടൈം പീരീഡ് പോലെ തന്നെയായിരിക്കും ഈ 9th to 10th century. 9th to 10th centuryയിലാണ് ഈ ഒരു പീരീഡിലാണ് ഈ യാദവാസ് ആയാലും ഹൊയ്സലാസ് അതുപോലെ കാക്കാത്തിയാസ് ഒക്കെ ഉള്ളത്. ഇതിൻ്റെ ജസ്റ്റ് ക്യാപിറ്റൽ യാദവാസ് ദേവഗിരി, ഹൊയ്സലാസ് ഹാലേബിഡു. ഹൊയ്സലാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റാർ ഷേപ്പ്ഡ് ടെമ്പിൾ. ഈ ഇങ്ങനെയല്ല, ഇങ്ങനെ ബേസ് ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ടെമ്പിൾസ് ഏത് ഡൈനാസ്റ്റിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഹൊയ്സലാസ് ഓഫ് ഹാലേബിഡു. അതിൽ ഇവിടെ ഓർമ്മിക്കേണ്ട പോയിന്റ്, ഇതൊക്കെ ഈ എംപീരിയൽ ചോളാസിൻ്റെ ആ ഒരു ടൈം പീരീഡിലാണ് 9th to 10th centuries. പിന്നെ ചോളാസിൻ്റെ ഡിക്ലൈനിന് ശേഷം ആ ഒരു ഭാഗത്ത് അധികാരത്തിൽ വരുന്നത് പിന്നെ പാണ്ഡ്യാസാണ്, ഒരു ചെറിയ പീരീഡിലേക്ക്. പിന്നെ അതുപോലെ പാണ്ഡ്യാസ്, അതിൻ്റെ തൊട്ട് മേൽഭാഗത്ത് ഹൊയ്സലാസ്. പിന്നെ ചാലുക്യാസ് കുറച്ചും കൂടെ ഇന്ത്യയുടെ ഡക്കാൻ ഏരിയയിൽ. ചാലുക്യാസിൽ യാദവാസും അതുപോലെ തന്നെ കാക്കാത്തിയാസും. ഇവിടെ യാദവാസ് അതുപോലെ കാക്കാത്തിയാസ്. അടുത്തത് കുറച്ച് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടത്. ചോള ഗവൺമെൻറ് നമ്മളെ മൗര്യന്മാർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അവരുടെ ഡീസെൻട്രലൈസ്ഡ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ കുറച്ച് പ്രധാനപ്പെട്ടതാണ്. ചോളാസ് ആർ നോൺ ഫോർ ലോക്കൽ അഥവാ ഡീസെൻട്രലൈസ്ഡ് ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു രാജാവ് ഉണ്ടാവും. ആ രാജാവ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും. പക്ഷെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള 2 അസംബ്ലികളാണ്. അപ്പോൾ ഒന്ന് ഊര് അഥവാ ഊര് എന്ന് പറയുമ്പോൾ 2 സഭ. അപ്പോൾ അസംബ്ലി ഓഫ് കോമൺ പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് പെസൻസ്, അതായത് കൃഷിക്കാർ, അവരൊക്കെ വരും. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിൽ വാർഡ് സഭയൊക്കെ നടക്കുന്നത് പോലെ അവിടുത്തെ പെസൻസ്, സാധാരണക്കാരിൻ്റെ അസംബ്ലി ഓഫ് കോമൺ പീപ്പിൾ എന്ന് പറയുന്നത് ചോള ഗവൺമെൻറ്റിലെ ഊര് എന്നാണ്. അതുപോലെ അടുത്തത് അസംബ്ലി ഓഫ് ലേൺഡ് ബ്രാഹ്മിൻസ്, അതായത് ലേൺഡ് ബ്രാഹ്മിൻസ് കുറച്ചും കൂടി വലിയ ക്ലാസ്സിലുള്ള ആളുകൾ. അസംബ്ലി ഓഫ് ലേൺഡ് ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് സഭയാണ്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്നുകിൽ ഊര് എന്ന് പറയുന്നത് ഏത് ആളുകളുടെ അസംബ്ലിയാണെന്ന് ചോദിക്കാം, അതുപോലെ സഭയും. ഊര് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ഊരുകൂട്ടം, പഴയ സിനിമയിലെല്ലാം കാണിക്കലുണ്ടല്ലോ, ഊരുകൂട്ടം കൂടി ഇന്ന ആളെ ഇന്ന ശിക്ഷയ്ക്ക് വിധിച്ചു എന്നൊക്കെ. അപ്പോൾ ഊര് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാട്, ഒരു ഗ്രാമീണ തനിമയുള്ള ഒരു ആൽമരത്തിൻ്റെ ചുറ്റും ഊര് മൂപ്പൻ ഇരിക്കുന്നു. ഊര് മൂപ്പൻ എന്നെല്ലാം പറയുന്ന ആ ടെർമിനോളജി തന്നെ സാധാരണക്കാരതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഊര് എന്നുള്ളത് ഓർമ്മിക്കുക. ഊര് എന്ന് പറയുന്നത് അസംബ്ലി ഓഫ് കോമൺ പീപ്പിൾ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഊര് എന്ന് പറയുമ്പം ഊരുകൂട്ടം, ഊര് തലവൻ. അപ്പോൾ അതുകൊണ്ട് കോമൺ പീപ്പിൾ അഥവാ പെസൻസ്. പിന്നെ പറയുന്ന ഒന്നാണ് സഭ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലേൺഡ് ആൾക്കാരുടേത്, അസംബ്ലി ഓഫ് ലേൺഡ് ബ്രാഹ്മിൻസ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റും കൂടി, ഈ സഭ എന്ന് പറയുമ്പോൾ എനിക്ക് നിയമസഭ, ലോകസഭ, കുറച്ച് വലിയ വലിയ ആൾക്കാർ, സാധാരണക്കാരല്ല, വലിയ വലിയ ആൾക്കാരതാണ് സഭ. സാധാരണ പെസൻസിൻ്റെത് ഊര്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ളത്, ഏത് ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് ഈ രീതിയിലൊക്കെയാണ് ചോള അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഗ്രാമങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെ അഫയേഴ്സ് എങ്ങനെയൊക്കെയാണ് നടന്നത് എന്നുള്ളതൊക്കെ അറിഞ്ഞത്
ഈ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ വഴിയാണ് ഈ രീതിയിലാണ് ഈ ഡീസെൻട്രലൈസ്ഡ് വില്ലേജ് ഗവൺമെൻറ്റുകൾ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായത്. അടുത്തത് ഇതുപോലെ തന്നെ ചോളാസിൻ്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ് ലാൻഡ് ഡൊണേഷൻസ് ഡ്യൂറിങ് ചോളാസ്. അപ്പോൾ ഒരു പുതിയ ഡൈനാസ്റ്റി വരുന്നു, ആ ഒരു ഭാഗം മുഴുവൻ രാജാവിൻ്റെ ആ ഡൈനാസ്റ്റിക്ക് കീഴിൽ വരുന്നു. അപ്പോൾ അവർ ഒരുപാട് ആളുകൾക്ക്, പ്രത്യേക വിഭാഗങ്ങൾക്കൊക്കെ ലാൻഡ് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ പേരാണ്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നതാണ് ബ്രഹ്മദേയ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ വാക്കിൽ തന്നെ ഡീകോഡ് ചെയ്യാൻ പറ്റും. ബ്രഹ്മ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ, ബ്രാഹ്മണന് കൊടുക്കുന്നതാണ് ബ്രഹ്മദേയ, ലാൻഡ് ഡൊണേറ്റഡ് ടു ബ്രാഹ്മണാസ്. പിന്നെ അടുത്തത് വെല്ലൻ വകൈ, ലാൻഡ് ഡൊണേറ്റഡ് ടു നോൺ ബ്രാഹ്മിൻസ്. നോൺ ബ്രാഹ്മിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയും കൃഷിക്കാരെയാണ്, കൃഷിക്കാർ അഥവാ പെസൻസ്, സാധാരണക്കാർ. അപ്പോൾ അവർക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ലാൻഡിനെ വിളിക്കുന്ന പേരാണ് വെല്ലൻ വകൈന്ന്. അപ്പോൾ വെള്ളാളർ എന്നൊക്കെ കഴിഞ്ഞ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളാളർ എന്നുള്ളതൊക്കെ. അപ്പോൾ മൂന്നാമത്തതാണ് ദേവദാനം. ഇത് സാധാരണ നമ്മളെ ദേവദാനം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നതിന് ദൈവങ്ങൾക്ക് ദാനം കൊടുക്കുന്നത്, ലാൻഡ് ഡൊണേറ്റഡ് ടു ടെമ്പിൾസ്. ടെമ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവങ്ങളെ. ദേവദാനം, ലാൻഡ് ഡൊണേറ്റഡ് ടു ടെമ്പിൾസ്. അടുത്ത നാലാമത്തത് പള്ളിച്ചന്തം, ലാൻഡ് ഡൊണേറ്റഡ് ടു ജെയിൻ ടെമ്പിൾസ്. അപ്പോൾ ഇവിടെ ഈ പള്ളിച്ചന്തം എന്ന് പറയുമ്പോൾ ജെയിൻ പള്ളി, പള്ളിച്ചന്തം ലാൻഡ് ഡൊണേറ്റഡ് ടു ജെയിൻ ടെമ്പിൾസ്. പിന്നെ ഒന്നും കൂടി ഉണ്ട്, നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട്, സ്കൂളിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുക്കുന്ന, അതിന് വിളിക്കുന്ന പേരാണ് ശാലഭോഗ. ശാലഭോഗ എന്ന് പറഞ്ഞാൽ സ്കൂളിന് വേണ്ടിയിട്ട്, ലാൻഡ് ഡൊണേറ്റഡ് ഫോർ മെയിൻ്റനൻസ് ഓഫ് സ്കൂള്. അപ്പോൾ ഈ രീതിയിലാണ് പ്രധാനപ്പെട്ട 5 തരത്തിലാണ് ചോളാസിൻ്റെ സമയത്ത് ലാൻഡ് ഡൊണേഷൻസ് നടക്കുന്നത്. ആദ്യത്തേത് ബ്രഹ്മദേയ, അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണന് കൊടുക്കുന്നത്. പിന്നെ വെല്ലൻ വകൈ, അതായത് വെള്ളൻ വകൈ, വെള്ളാളർ, ലാൻഡ് ഡൊണേറ്റഡ് ടു നോൺ ബ്രാഹ്മിൻസ് ഓർ പെസൻസ്, കൃഷിക്കാർക്കുള്ളത്. പിന്നെ ദേവദാനം, അത് എളുപ്പമാണ്, ദേവദാനം ദൈവങ്ങൾക്ക്, ടെമ്പിൾസിന്. ഇതാണ് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത്. പള്ളി എന്ന് പറയുമ്പം ഒന്നിക്കൽ ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി എന്നൊക്കെ ഓർമ്മിക്കുക. അപ്പോൾ ഇവിടെ അതല്ല, അതിന് പകരം ജെയിൻസിനാണ്, ജെയിൻസിന് കൊടുക്കുന്നതാണ് ജൈനമതക്കാർ. അടുത്തത് ശാലഭോഗ. ഈ ശാലഭോഗ എന്ന് പറയുമ്പം ഈ സ്കൂളിന് പണ്ട് വിളിക്കുന്ന പേരാണ് പാഠശാല എന്നുള്ളത്, പാഠശാലകൾ. അപ്പോൾ ഒന്നിക്കൽ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം, ശാലഭോഗ അഥവാ പാഠശാലകൾ. പാഠശാലക്ക് കൊടുക്കുന്നതാണ് സ്കൂൾ എന്ന് പറയുന്നത്, കൊടുക്കുന്ന ലാൻഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് ശാലഭോഗാസ്. ഇപ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നോക്കി. അടുത്തത് ഈ ചോള എംപയറിൻ്റെ സമയത്തുള്ള ടാക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് 2 തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വെട്ടി, മറ്റേത് കടമൈ. ആദ്യത്തേത് വെട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ്ഡ് ലേബർ. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജോലി എടുക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ഇത്ര ദിവസം ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ജോലി എടുക്കണം. അപ്പോൾ അത് ഇപ്പോൾ ചില രാജ്യത്തൊക്കെ നിർബന്ധിത സൈനിക സേവനമുണ്ട്. അതുപോലെ ചോള എംപയറിൻ്റെ സമയത്ത് ആളുകൾ ഫോഴ്സ്ഡ് ലേബർ ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യണം നിർബന്ധമായിട്ടും. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ്, അതൊരു തരത്തിലുള്ള ഒരു ടാക്സ് ആണല്ലോ, അതിന് വിളിക്കുന്ന പേരാണ് വെട്ടി എന്ന് പറയുന്നത്. കാരണം അവർക്ക് ചിലപ്പോൾ പൈസയായിട്ട് കൊടുക്കാനുണ്ടാവില്ല, അതുകൊണ്ട് നിർബന്ധിതമായി ഇത്ര ദിവസം ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്, ചോള എംപയറിന് വേണ്ടിയിട്ട് ജോലി എടുക്കണം. അടുത്തതാണ് കടമൈ എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ ടാക്സ്, പൈസയായിട്ട് തന്നെ കൊടുക്കേണ്ടത്. കടമൈ, ലാൻഡ് റവന്യൂ. വെട്ടി എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 2 തരത്തിലാണ് ടാക്സ് ഉള്ളത്, ഒന്ന് വെട്ടി, രണ്ടാമത്തെ കടമൈ. വെട്ടി എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വരിക, ഫോഴ്സ്ഡ് ലേബർ എന്തായിരുന്നു പേര്, വെട്ടി. കടമൈ എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ. അടുത്ത ചോളാസുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ഫിഗറാണ് ഈ ഡാൻസിങ് ഫിഗർ ഓഫ് ശിവ, അതായത് നടരാജ് പെർഫോമിംഗ് താണ്ഡവം. അതായത് ശിവൻ, നടരാജൻ എന്ന് പറയുന്നത് ശിവൻ താണ്ഡവം ആടുന്നത് പോലുള്ള ഈ ഒരു ഫിഗർ, ഇത് ഏത് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടതാണ്? ഇത് ചോളാസുമായി ബന്ധപ്പെട്ടതാണ്. ഡാൻസിങ് ഫിഗർ ഓഫ് ശിവ, കിങ് ഓഫ് ഡാൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബ്രോൺസ് കൊണ്ട് നിർമ്മിച്ചതാണ്, ബ്രോൺസ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ആ ടെക്നിക്കിന് വിളിക്കുന്ന പേരാണ് ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് എന്നുള്ളത്. ഇത് ഒരുപാട് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇത്
മെയ്ഡ് ഓഫ് ബ്രോൺസ് യൂസിങ് ലോസ്റ്റ് വാക്സ് ടെക്നിക്ക്. സാധാരണ നമ്മൾ അച്ചുണ്ടാക്കുമ്പോൾ അച്ചിൻ്റെ അകത്ത് മെഴുകൊഴിക്കും. അപ്പോൾ എന്നിട്ട് ഈ ഉരുകിയ ബ്രോൺസ് ആ മെഴുകിലേക്ക് ഒഴിക്കുമ്പോൾ ലോസ്റ്റ് വാക്സ്, മെഴുക് ഇങ്ങനെ ഒഴുകിപ്പോവുകയും ആ രൂപത്തിലേക്ക് ബ്രോൺസ് ഈ ശില്പം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ പിന്നെ കുറച്ചും കൂടെ ഡെപ്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ കാല് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ഈ ശിവൻ്റെ ഈ വലത് കൈ, റൈറ്റ് ഹാൻഡിലുള്ള ദമ്രു എന്നാണ് ഇതിൻ്റെ പേര്. ദമ്രു എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ സിംബലൈസ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് ദമ്രു, എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. അതുപോലെ റൈറ്റ് ലെഗ്, ഈ റൈറ്റ് ലെഗ് എന്ന് പറയുന്നത് ത്രിഭവ. അങ്ങനെ ഓരോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡാൻസിങ് ഫിഗർ ഓഫ് ശിവ എന്നുള്ളത് ചോളാസുമായി ബന്ധപ്പെട്ടാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് യൂസിങ് ലോസ്റ്റ് വാക്സ് അത് ചിദംബര ടെമ്പിൾ, തമിഴ്നാട്. അപ്പോൾ ഇത് മൊത്തത്തിൽ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോളാസ് ഇവരുടെ ഈ ബ്രോൺസ് സ്കൾപ്ചേഴ്സിന് വേണ്ടി പേര് കേട്ടതാണ്. പിന്നെ അടുത്ത് നോക്കാനുള്ളത് ഈ ചോളാസുമായി ബന്ധപ്പെട്ടത് തന്നെ. ചോളാസിൻ്റെ നേരത്തെ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കിങ്, അവർക്ക് 3 ടെമ്പിൾസ് പണിതിട്ടുണ്ട്. ആ ടെമ്പിൾസ് 3 യുനെസ്കോ പൈതൃക പട്ടികയിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഈ ഒരു ടെമ്പിൾ സ്റ്റൈലി, ആ ടെമ്പിൾ ആർക്കിടെക്ചർ സ്റ്റൈലി നോർത്തിലുള്ള ടെമ്പിൾസുമായിട്ട് വ്യത്യാസമുണ്ട്. ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറാണ് ചോളാസിൻ്റെത്. അപ്പോൾ അതിന് മുന്നേ ഈ ടെമ്പിൾ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ്. ഇന്ത്യയിൽ ഒരുപാട് ടൈപ്പ് ടെമ്പിൾ ആർക്കിടെക്ചർ ഉണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന നഗര സ്റ്റൈൽ, ഈ നഗര സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഉള്ളതാണ്. ദ്രാവിഡ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട് ആ ഭാഗത്തുള്ള സൗത്ത് ഇന്ത്യയിലെ ടെമ്പിൾ ആർക്കിടെക്ചർ. ഇത് രണ്ടും അല്ലാതെ വീണ്ടും മുന്നിയും ഒരുപാട് ടെമ്പിൾ ആർക്കിടെക്ചർ സ്റ്റൈലുകളുണ്ട്. ഗുജറാത്ത് ഭാഗത്തുള്ളത്, ഒഡീസയിലെ കലിംഗ ഭാഗത്തുള്ളതൊക്കെ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഈ ഷെയ്പ്പാണ്. ഈ ഷെയ്പ്പ് ഈ രീതിയിലായിരിക്കും. ഇതിന് വിളിക്കുന്ന പേരാണ് വിമാനം. നമ്മൾ അയോധ്യയിലൊക്കെ ഉള്ള ടെമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക, ഇത് ഈ കാണിക്കുന്നത് പോലെ. ഇതിന് വിളിക്കുന്ന പേരാണ് ശിഖര. ഇതാണ് ക്വസ്റ്റ്യനിൽ കൂടുതലായിട്ടും വരുന്നത്. ഈ മെയിൻ ഷ്രൈൻ, അതായത് നമ്മളെ വിഗ്രഹം ഉണ്ടാവുന്നത് ഇവിടെയാണ്. ഈ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഗർഭഗൃഹ. അതായത് ഗർഭഗൃഹ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗർഭപാത്രം എന്ന് പറയുന്നതാണ് ഏറ്റവും അടുത്തുള്ള മുറി എന്ന് പറയുന്നത്. ഒരു കുട്ടി ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള മുറി ഗർഭപാത്രം. ആ ഒരു അർത്ഥത്തിൽ ഗർഭഗൃഹ, വിഗ്രഹങ്ങൾ നിൽക്കുന്ന ഗർഭഗൃഹ. ഈ മെയിൻ ഷ്രൈൻ എന്ന് പറയുന്നത് ശിഖര. ഈ കർവി ലീനിയർ അഥവാ ഈ കോണിക്കൽ ഷേപ്പുള്ള ഇതാണ് ശിഖര. ഇപ്പം നഗര സ്റ്റൈലിൽ ശിഖരയാണെങ്കിൽ ദ്രാവിഡ സ്റ്റൈലിൽ അത് വിമാനയാണ്. പിന്നെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. നഗര സ്റ്റൈൽ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ, ദ്രാവിഡ സ്റ്റൈൽ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ. ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ നോർത്തേൺ ആൻഡ് സെൻട്രൽ റീജിയൻസ് ഓഫ് ഇന്ത്യ, സൗത്ത് ഇന്ത്യ. മെയിൻ ഷ്രൈൻ ശിഖര, അതാണ് ഇവിടെ കൊടുത്ത ഈ നമ്മളെ അയോധ്യയിലൊക്കെ കാണുന്നത് പോലത്തുള്ള ഈ ഷേപ്പ്. കർവി ലീനിയർ ഓർ കോണിക്കൽ ഷേപ്പ്. മെയിൻ ഷ്രൈൻ എന്ന് പറഞ്ഞാൽ വിമാനം, തമിഴ്നാട്ടിലൊക്കെ കാണുന്നത് പോലുള്ള ഈ ഒരു ടൈപ്പ് ഷേപ്പ്, അതാണ് വിമാനം. ഇത് പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. വിമാനം ഏത് ആർക്കിടെക്ചറൽ ടെമ്പിൾ ആർക്കിടെക്ചർ സ്റ്റൈലിൻ്റെ ഭാഗമാണ്, ദ്രാവിഡ സ്റ്റൈൽ. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു അമ്പലം ഉണ്ടാവും. അമ്പലത്തിൻ്റെ ഈ കാണിക്കുന്നത് പോലുള്ള പ്രധാനപ്പെട്ട ഭാഗത്തിന് തൊട്ട് മുന്നേ ആയിട്ട് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ടാവും. നമ്മൾ ആ റോഡിൽ നിന്ന് നേരെ കാണുന്ന ഒരു എൻട്രൻസ്, ആ വിളിക്കുന്ന മെയിൻ എൻട്രൻസിന് വിളിക്കുന്ന പേരാണ് ഗോപുരം. അത് നഗര സ്റ്റൈലിൽ ഉണ്ടാവില്ല, നമ്മളെ ദ്രാവിഡ സ്റ്റൈലിൽ മാത്രമേ ഉള്ളൂ ഗോപുരം. അപ്പോൾ ഈ കാണിക്കുന്നത് തഞ്ചാവൂരിലെ ഒരു ബൃഹദരേശ്വര ടെമ്പിളാണ്. അപ്പോൾ ഇവിടെ ഈ കാണിക്കുന്നതാണ് ഗോപുരം. അതായത് ഇതാണ് ശരിക്കുള്ള വിഗ്രഹമൊക്കെയുള്ള ഭാഗം. അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള മെയിൻ എൻട്രൻസ് ആയിട്ട് ഇവിടെയുള്ളതാണ് ഗോപുരം. അടുത്തത് മണ്ഡപാസ്. മണ്ഡപം എന്ന് പറയുമ്പോൾ പില്ലേഡ് ഹാൾ. അപ്പോൾ സാധാരണ അമ്പലത്തിൻ്റെയൊക്കെ മുന്നിൽ ഒരു പില്ലേഡ് ഹാൾ ഉണ്ടാവും നമ്മൾ നടന്നു പോകുന്ന വഴി. അപ്പോൾ അതിനാണ് മണ്ഡപാസ്. ഈസ് കണക്റ്റഡ് ടു സാങ്ക്ടം ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് എ പിരമിഡിക്കൽ ഓർ കോണിക്കൽ റൂഫ്. മണ്ഡപാസ് ഈസ് കണക്റ്റഡ് ടു സാങ്ക്ടം ആൻഡ് ഹാസ് ഫ്ലാറ്റ് റൂഫ്ഡ് അസംബ്ലി.
ഇതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ടെമ്പിൾ. അപ്പോൾ ആദ്യം പറഞ്ഞ ഇതാണ് ഇവിടുത്തെ മെയിൻ ഷ്രൈൻ അഥവാ ശിഖരം എന്ന് പറയുന്നത്. ഇതിന് ശേഷം വരുന്ന ഈ ഒരു ഭാഗത്തെ ഇവിടുത്തെ റൂഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് പരന്നിട്ടുള്ള ഫ്ലാറ്റ് അല്ല, നേരെ മറിച്ച് സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന ഈ ഒരു ഭാഗം ഫ്ലാറ്റ് ആയിരിക്കും, ഫ്ലാറ്റ് ഷേപ്പിലായിരിക്കും അതിൻ്റെ റൂഫ് ഉണ്ടാവുക. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ദ്രാവിഡ സ്റ്റൈലും നഗര സ്റ്റൈലും തമ്മിലുള്ളത്. മണ്ഡപ കണക്റ്റഡ് ടു സാങ്ക്ടം. സാങ്ക്ടം എന്ന് പറയുന്നത് നമ്മൾ ഗർഭഗൃഹം, സാങ്ക്ടം. ഇറ്റ് ഈസ് പിരമിഡിക്കൽ ഓർ കോണിക്കൽ റൂഫ്. ഇവിടെ ഫ്ലാറ്റ് റൂഫ്ഡാണ്. പിന്നെ നന്ദി കേശവ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ടെമ്പിൾ. നോർത്ത് ഇന്ത്യൻ ടെമ്പിൾസിൽ നന്ദി ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ ടെമ്പിൾ ദ്രാവിഡ സ്റ്റൈൽ. ചീഫ് ഡൈറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് അറ്റ് ഗർഭഗൃഹ, അത് സെയിം തന്നെ. പിന്നെ ദേ ആർ നോട്ട് മെയ്ഡ് അപ്സിഡൽ പ്ലെയിൻ. ഈ അപ്സിഡൽ പ്ലെയിൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു ഷേപ്പാണ്, ഒരു ഭാഗത്ത് ഈ ഒരു കർവുള്ള ഇതാണ് അപ്സിഡൽ പ്ലെയിൻ. ദേ ആർ മെയ്ഡ് ആൻ അപ്സിഡൽ പ്ലെയിൻ എലിപ്റ്റിക്കൽ ഷേപ്പ് നോൺ ആസ് ഗജപൃസ്ഥ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻ്റ് ഒന്ന് ഇതാണ്, ശിഖര മെയിൻ ഷ്രൈൻ ശിഖരിയും മെയിൻ ഷ്രൈൻ വിമാനും. ഇവിടെ ശിഖര എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മേലെയുള്ള സ്റ്റോണിനാണ് ശിഖര എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വേറൊരു സ്റ്റൈൽ ഇവിടെ ജസ്റ്റ് സൂചിപ്പിക്കുന്നതാണ് പഞ്ചായത്തൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതും നോർത്ത് ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് ഒരു ടെമ്പിൾ ആർക്കിടെക്ചർ സ്റ്റൈലാണ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ സാധാരണ ഒരു അമ്പലം പോലെ. പിന്നെ ഇതിൻ്റെയൊക്കെ 4 ഭാഗത്തും ഇതുപോലുള്ള പ്രതിഷ്ഠകളുണ്ടാവും, അതാണ് പഞ്ചായത്തൻ സ്റ്റൈൽ. ഇത് കന്ദരിയ മഹാദേവ ടെമ്പിളാണ്. പിന്നെ ഇനിയാണ് പ്രധാനപ്പെട്ട 3 ചോള ടെമ്പിൾസ്. അപ്പോൾ ആദ്യത്തെ ഒന്നും കൂടെ റൂളേഴ്സിനെ പരിചയപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട ഒരു റൂളറായിട്ട് പറഞ്ഞായിരുന്നു രാജരാജ 1, രാജരാജ ഫസ്റ്റ്, പിന്നെ രാജേന്ദ്ര, പിന്നെ രാജരാജ സെക്കൻഡ്. ഇവർ 3 ആളും 3 ടെമ്പിൾസ് പണിതിട്ടുണ്ട്. ഈ രാജരാജ ഫസ്റ്റ് പണിതതാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ, അതാണ് ഇവിടെ കൊടുത്തത്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ 1987 യുനെസ്കോ പൈതൃക പട്ടികയിൽ വരുന്നതാണ്. അതായത് പെരിയ കോവിൽ അഥവാ ബിഗ് ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഇവിടെ ഏറ്റവും മേലെയുള്ള ഈ ക്യാപ് സ്റ്റോണിന് 90 ടണ്ണ് ഭാരമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, ഇതെങ്ങനെ ഇവിടെ മേലെ എത്തിച്ചു ആ കാലഘട്ടത്തിൽ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പെരിയ കോവിൽ ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ, ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് രാജരാജ ഫസ്റ്റ് ആണ്. ബൃഹദേശ്വര ടെമ്പിൾ, ഈ ബൃഹദേശ്വരൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശിവനെ തന്നെയാണ്. അടുത്തതാണ് രാജേന്ദ്രയാണ് ഗംഗയെ കൊണ്ട് ചോളപുരമൊക്കെ സ്ഥാപിക്കുന്നത്, ഗംഗ മറികടക്കുന്നത്, പിന്നെ നമ്മുടെ ഇന്തോനേഷ്യ ഭാഗമൊക്കെ കീഴടക്കുന്നത്. അപ്പോൾ ഈ ഗംഗയെ കീഴടക്കിയതിൻ്റെ ഒരു മെമ്മോറിയലായിട്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു അമ്പലമാണ് ശിവ ടെമ്പിൾ അറ്റ് ഗംഗയെ കൊണ്ട ചോളപുരം. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ 2ാമത്തെ ആളത്, ഗംഗയെ കൊണ്ട ചോളപുരം. ഇതും ബൃഹദേശ്വര ടെമ്പിൾ എന്ന് തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ബൃഹദേശ്വര ടെമ്പിളായി. ഒന്ന് ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ. അപ്പോൾ തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞാൽ തഞ്ചാവൂർ എന്ന് പറയുന്നത് ആദ്യത്തെ ക്യാപിറ്റലാണ്. അപ്പോൾ ആ സമയത്ത് രാജരാജ ഫസ്റ്റാണ് ബൃഹദേശ്വര ടെമ്പിൾ സ്ഥാപിക്കുന്നത്. പിന്നീട് വരുന്ന രാജരാജേന്ദ്ര 1 ആണ് ഗംഗയെ കീഴ്പ്പെടുത്തുന്നത്. അതുകൊണ്ട് ഗംഗയെ കൊണ്ട ചോളപുരത്തെ ബൃഹദേശ്വര ടെമ്പിൾ പണിയുന്നത് രാജേന്ദ്രയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ വരുന്നത് രാജരാജ 2, അതിന് ശേഷം വരുന്നത് അദ്ദേഹം പണിതതാണ് ഐരാവതേശ്വര ടെമ്പിൾ അറ്റ് ധാരാസുരം. അതാണ് ഈ ഫിഗറിൽ കൊടുത്തതാണ് ഐരാവതേശ്വര ടെമ്പിൾ. ഇതാണ് 3ാമത്തെ ഗ്രേറ്റ് ചോള ടെമ്പിൾ, ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾ, യുനെസ്കോ പൈതൃക പട്ടികയിലുള്ളത് 3ാമത്തത്. ഇത് പണിതത് രാജരാജ സെക്കൻഡ്. അപ്പോൾ ഇത് കുംഭകോണം എന്ന് പറയുന്നത് ഈ ധാരാസുരത്തിൻ്റെ തന്നെ അടുത്തുള്ള വലിയ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഐരാവതേശ്വര ടെമ്പിൾ അറ്റ് ധാരാസുരം, ഇത് രാജരാജ സെക്കൻഡ് പണിയുന്നത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ചോള ടെമ്പിൾസാണ് യുനെസ്കോ പട്ടികയിലുള്ളത്. ഇനി ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് ഓൾ ലിസ്റ്റഡ് ഇൻ യുനെസ്കോ ഹെറിറ്റേജ്. ആദ്യത്തെ 2 ബൃഹദേശ്വര ടെമ്പിളുകൾ, ഒന്ന് തഞ്ചാവൂരുള്ളതും ഒന്ന് ഗംഗയെ കൊണ്ട ചോളപുരത്തുള്ളതും. തഞ്ചാവൂരുള്ളത് ആദ്യം പണിതത്
അതാണ് പെരിയ കോവിൽ ബിഗ് ടെമ്പിൾ എന്ന് പറയുന്നത്, രാജരാജ ഫസ്റ്റ് പണി കഴിപ്പിച്ചത്. പിന്നെയുള്ള വരുന്ന ആളാണ് രാജേന്ദ്ര വണ്ണ്. രാജേന്ദ്ര വണ്ണാണ് ഗംഗയെ കീഴ്പ്പെടുത്തുന്നത്, ഗംഗയെ കൊണ്ട ചോളപുരം സിറ്റി സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഗംഗൈ കൊണ്ട ചോളപുരം ടെമ്പിൾ എന്നും അറിയപ്പെടും, അതുപോലെ ബൃഹദേശ്വര ടെമ്പിൾ എന്നും അറിയപ്പെടും. അത് രാജേന്ദ്ര വണ്ണാണ്. ഇനി വെറുങ്ങന ബൃഹദേശ്വര ടെമ്പിൾ എന്ന് മാത്രം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ തഞ്ചാവൂരുള്ള അമ്പലമാണ്. പിന്നെ മൂന്നാമത്തത് പിന്നീട് വരുന്ന രാജരാജ സെക്കൻഡ് പണിയുന്ന ടെമ്പിളാണ് ഐരാവതേശ്വര ടെമ്പിൾ അറ്റ് ധാരാസുരം, ഓൾസോ നോൺ ആസ്. പിന്നെ ഈ രാജരാജ വണ്ണ് പണിത ബൃഹദേശ്വര ടെമ്പിൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഈ രാജരാജേശ്വര ടെമ്പിൾ എന്നുള്ളത്. രാജരാജേശ്വര ടെമ്പിൾ എന്ന് അറിയപ്പെടും, ബൃഹദേശ്വര ടെമ്പിൾ എന്ന് അറിയപ്പെടും. ഇവിടെ അടുത്തൊരു പോയിന്റ് പറയുന്നത്, in early 11th century Chola king Rajendra I built Shiva temple and filled it with a sun pedestal seized from the Chalukyas. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മളെ രാജേന്ദ്ര വൺ, അതായത് രാജരാജ വണ്ണ്, രാജേന്ദ്ര വണ്ണ്, രാജരാജ ടു, അതിലെ രാജേന്ദ്ര വൺ ഗംഗയെ കീഴ്പ്പെടുത്തിയ ആൾ. അപ്പം അദ്ദേഹം ഇങ്ങനെ ചാലുക്യാസിനെ തോൽപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു ടെമ്പിളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒരു സൺ പെഡസ്റ്റലും അതുപോലെ തന്നെ ഒരു ഗണേശ സ്റ്റാച്യുവും, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, എ സൺ പെഡസ്റ്റൽ ഫ്രം ചാലുക്യാസ്, എ ഗണേശ സ്റ്റാച്യു ആൻഡ് സെവറൽ സ്റ്റാച്യൂസ് ഓഫ് ദുർഗ. അപ്പോൾ ഇതൊക്കെ ഈ ചാലുക്യാസിൻ്റെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ ബൃഹദേശ്വര ടെമ്പിളിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നാണ് ഈ പോയിന്റ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഏത് ഡൈനാസ്റ്റിയുടെ കയ്യിൽ നിന്നാണ് ചോള കിങ് ഈ സൺ പെഡസ്റ്റൽ സീസ് ചെയ്തത്? ഇപ്പോൾ ചാലുക്യാസിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പിന്നീട് പറയുന്നതാണ്, അതിൻ്റെ കൂടെ തന്നെ ഗണേശ സ്റ്റാച്യു ഉണ്ടായിരുന്നു, സെവറൽ സ്റ്റാച്യൂസ് ഓഫ് ദുർഗ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു വൺ ലൈനർ പോയിന്റ്, നഗരശ്രേഷ്ഠി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. മർച്ചൻസ് ഓഫ് സിറ്റി. അപ്പോൾ ഇപ്പം പറഞ്ഞത് ചോള ഡൈനാസ്റ്റിനെ പറ്റിയിട്ടായിരുന്നു. 9th സെഞ്ച്വറിക്ക് വന്ന ഇമ്പീരിയൽ ചോളാസ്, റൂളേഴ്സിൻ്റെ പേര് ഫൗണ്ടർ വിജയാലയ, ഫ്യൂഡേറ്ററി ടു പല്ലവാസ്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ചോളാസിൻ്റെ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തഞ്ചാവൂരാണ്. ഇദ്ദേഹം പണി കഴിപ്പിച്ച ഒരു അമ്പലത്തിൽ ഗോഡസ് ആയിട്ടുള്ളത് നിശുംബന സുധനിയാണ്. പിന്നീട് വന്നതാണ് പരന്തക ഫസ്റ്റ്. ഇദ്ദേഹം പാണ്ഡ്യാസിനെ സക്സസ്ഫുള്ളി തോൽപ്പിച്ചു. പക്ഷേങ്കിൽ രാഷ്ട്രകൂട കിങ് ആയിട്ടുള്ള കൃഷ്ണാദി തേർഡ് ഈ പരന്തകയെ തോൽപ്പിച്ചു. ആ ബാറ്റിലിന് വിളിക്കുന്ന പേരാണ് ബാറ്റിൽ ഓഫ് തക്കോളം. അതിൻ്റെ മെമ്മറി ആയിട്ട് കൃഷ്ണാദ്രീപ് രാമേശ്വരത്ത് ഒരു അമ്പലം പണിതു, അതാണ് കൃഷ്ണേശ്വര ടെമ്പിൾ. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് റൂളേഴ്സ്, അച്ഛനും മകനും. ഇവർ രണ്ടുപേരും ചേർന്നാണ് ചോള എംപയറിനെ ഏറ്റവും പീക്കിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യത്തെ ആൾ രാജരാജ വണ്ണ്. ഈ 2 ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്, 985 1014. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇദ്ദേഹം ചേരാസിനെ തോൽപ്പിക്കുന്നു, പക്ഷെ പൂർണ്ണമായിട്ടും അവർ പോകുന്നില്ല. പാണ്ഡവാസിനെ തോൽപ്പിക്കുന്നു, അതുപോലെ ശ്രീലങ്ക, മാൽഡീവ്സ് ഒക്കെ ഇൻവേഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ശൈലേന്ദ്ര കിങ്ങിനോട് ഇദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം അവിടെ ബുദ്ധിസ്റ്റുകൾക്കുള്ള ഒരു വിഹാരാസം കൂടെ സ്ഥാപിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അദ്ദേഹത്തിൻ്റെ മകനാണ് രാജേന്ദ്ര വണ്ണ്. ഇദ്ദേഹത്തെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്, ഒന്നിലും ഇദ്ദേഹം തോക്കുന്നില്ല. അപ്പോൾ അതുപോലെ ഒരാളായിരുന്നു നെപ്പോളിയൻ എല്ലാ യുദ്ധങ്ങളും ജയിച്ച ഒരാളാണ്. അതുകൊണ്ട് നെപ്പോളിയൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് രാജേന്ദ്ര ഫസ്റ്റാണ്. ഇതുപോലെ നെപ്പോളിയൻ ഓഫ് നോർത്ത് ഇന്ത്യ വേറെയുണ്ട്, ഗുപ്ത റൂളർ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് ഇത് 1014. രാജേന്ദ്ര ഫസ്റ്റ്, നെപ്പോളിയൻ ഓഫ് സൗത്ത് ഇന്ത്യ, കംപ്ലീറ്റ്ലി ഓവർത്രോൺ ചേരാസ് ആൻഡ് പാണ്ഡ്യാസ്, കംപ്ലീറ്റ്ലി കോൺകേർഡ് ശ്രീലങ്ക. അപ്പം അച്ഛൻ തുടങ്ങി വെച്ചത് ഇയാൾ അവസാനിപ്പിക്കുകയും പിന്നെ ഗംഗയിലേക്ക് പോവുകയും ആ ബംഗാൾ പ്രവിശ്യ ഭാഗത്തുള്ള 2 രാജാക്കന്മാരെ തോൽപ്പിക്കുകയും ഒരു സിംബോളിക്കായിട്ട് ഗംഗയിലെ ജലം സൗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഗംഗൈ കൊണ്ട ചോളൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം സ്ഥാപിച്ച സിറ്റിയാണ് ഗംഗൈ കൊണ്ട ചോളപുരം. അച്ഛനായിട്ടുള്ള രാജരാജ വണ്ണ് ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ പണിതുകൊണ്ട് ഇദ്ദേഹം ഗംഗൈ കൊണ്ട ചോളപുരത്തും ഒരു ശിവ ടെമ്പിൾ പണിതു. അത് ഗംഗൈ കൊണ്ട ചോളപുരം ടെമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നേവൽ എക്സ്പെഡിഷൻസ് അഗെയിൻസ്റ്റ് ശ്രീ വിജയ എംപയർ ആൻഡ് ശൈലേന്ദ്ര ഡൈനാസ്റ്റി. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഇന്തോനേഷ്യ ആ ഒരു ഭാഗത്തേക്ക് ഈ ചോളാസിൻ്റെ നേവൽ എക്സ്പെഡിഷൻസ് നടന്നിരുന്നു.
അടുത്തത് ഈ 9th 10th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന മറ്റ് ഡൈനാസ്റ്റികളാണ് പ്രധാനപ്പെട്ട. ഈ ടൈം പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ് 9th 10th സെഞ്ചുറിയിൽ. ഒന്ന് യാദവാസ്, ക്യാപിറ്റൽ ദേവഗിരി, ഹൊയ്സലാസ് ഓഫ് ഹാലിബിഡു, സ്റ്റാർ ഷേപ്പ്ഡ് ടെമ്പിൾ, പിന്നെ കക്കാത്തിയാസ് ഓഫ് വാരങ്കൽ. ചോള റൂളേഴ്സിന് ശേഷം ചോള ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്. 2 അസംബ്ലികളാണ് ഉണ്ടായിരുന്നത്. അതിൽ പങ്കെടുക്കുന്ന 2 വ്യത്യസ്ത ആളുകൾ. ഒന്ന് സാധാരണക്കാർ, കോമൺ പീപ്പിൾ, കൃഷിക്കാരൊക്കെ പങ്കെടുക്കുന്ന ഊര്. അപ്പോൾ ഊര് കൂട്ടൻ, ഊര് മൂപ്പൻ എന്നൊക്കെ ആലോചിക്കുമ്പോൾ സാധാരണക്കാരെ മുഖാന്നല്ല മനസ്സിൽ വരിക. അപ്പോൾ ഊര് എന്ന് പറയുന്നത് അസംബ്ലി ഓഫ് കോമൺ പീപ്പിൾ. അടുത്തത് സഭ എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ നിയമസഭയോ ലോകസഭയോ വലിയ വലിയ പ്രധാനമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്നത് ഓർമ്മിക്കുക. അപ്പോൾ സഭ എന്ന് പറയുന്നത് ലേൺഡ് ബ്രാഹ്മിൻസിൻ്റെ കുറച്ചും കൂടെ വലിയ ഉയർന്ന ക്ലാസ്സിലുള്ള ആളുകളത്. അപ്പോൾ അടുത്ത നമുക്ക് പരിചയമുള്ളൊരു പേരാണ് അഗ്രഹാരങ്ങൾ. പാലക്കാട് അഗ്രഹാരങ്ങൾ എന്നൊക്കെ പറയുന്നത് ലാൻഡ് ഓഫ് ബ്രാഹ്മിൻസ്. ഇതൊരു ഹിന്ദിക്കാരൻ്റെ നോട്ടാണ്. അപ്പോൾ അവർക്ക് ഇതൊന്നും ഒരു പക്ഷേ പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് ഇത് എഴുതുന്നത്. അഗ്രഹാരങ്ങൾ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ബ്രാഹ്മിൻസ് ആണ്. അപ്പോൾ അടുത്തത് ഒരു എക്സ്ട്രാ പോയിന്റ് പറയുന്നത് ഇവിടെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, എവരി മെമ്പർ ഓഫ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഫോർ 3 years. പിന്നെ ഈ ഊരിനെ പറ്റിയിട്ടും സഭയെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിയുന്നത് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനിലൂടെയാണ്. ഇപ്പോൾ ഒരു കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നാണ് ഈ ഡീറ്റെയിൽസ് വരുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. പിന്നെ ചോളാസിൻ്റെ ലാൻഡ് ഡൊണേഷൻസ് 5 തരത്തിലാണ് പ്രധാനമായിട്ടും SSC പോയിന്റ് ഓഫ് വ്യൂയിലുള്ളത്. ഒന്ന് ബ്രാഹ്മണസിനുള്ള ബ്രാഹ്മദേയ, കൃഷിക്കാർ പെസൻസിനുള്ള വെല്ലൻ വകൈ. ഇതാണ് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത്, ബാക്കിയൊക്കെ ഓർമ്മയുണ്ട്. വെല്ലൻ വകൈ എന്ന് ഉദ്ദേശിക്കുന്നത് പെസൻസിന്, നോൺ ബ്രാഹ്മിൻസിനുള്ളതാണ്. ദേവദാനം ടെമ്പിൾസിന്. പള്ളിച്ചന്തം കൺഫ്യൂഷൻ ആവും, പക്ഷേങ്കിൽ ജെയിൻസിനുള്ളത്. പിന്നെ ശാലഭോഗ, പാഠശാല, ശാലഭോഗ സ്കൂളിനുള്ളത്. പിന്നെ 2 ടൈപ്പ് ടാക്സ്. ഒന്ന് നമ്മുടെ ലാൻഡ് റവന്യൂ ടാക്സ്, കടമ. അപ്പോൾ മലയാളത്തിൽ കടമ, നമ്മുടെ കടമയാണ് ടാക്സ് കൊടുക്കൽ. അടുത്തത് വെട്ടി എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ, അതായത് നിർബന്ധിതമായിട്ട് നമ്മൾ ചോള എംപയറിന് വേണ്ടിയിട്ട് ഇത്ര ദിവസം ഇത്ര മാസം വർക്ക് ചെയ്യണം. അപ്പോൾ ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്നത് വെട്ടി. ഞാൻ ഓർമ്മിക്കുക, ഇങ്ങനെ ഒരു കത്തി എടുത്തിട്ട് വെട്ടും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പണിയെടുപ്പിക്കും. അപ്പോൾ അതാണ് വെട്ടി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോളാസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തമിഴ്നാട്ടിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട 3 ടെമ്പിൾസ്. അത് 3നെയും യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടെമ്പിളിനെ സെപ്പറേറ്റ് അല്ല, 3നെയും കൂടെ ഒരുമിച്ച് ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു 10th 11th സെഞ്ചുറിയിൽ പണിതത് 2 ബൃഹദേശ്വര ടെമ്പിൾ. ഒന്ന് അച്ഛനായിട്ടുള്ള രാജരാജാവണ്ണ് അറ്റ് തഞ്ചാവൂർ, പിന്നെ രാജേന്ദ്രവണ്ണ് ഗംഗൈകൊണ്ട ചോളപുരം, പിന്നെ ഐരാവതേശ്വര ടെമ്പിൾ ബൈ രാജരാജ 3. അടുത്തത് ടെമ്പിൾ ആർക്കിടെക്ചർ. മെയിനായിട്ടുള്ളൊരു പോയിൻ്റ്, നോർത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറിൻ്റെ പേര് നഗര എന്നാണ്, നഗര. അപ്പോൾ ഞാൻ ഓർമ്മിക്കുക ഡൽഹി മുംബൈയൊക്കെ, ഡൽഹിയൊക്കെ വലിയ വലിയ നഗരങ്ങളാണ്. അപ്പോൾ നഗരം എന്ന് പറയുന്നത് നോർത്തിൽ, ദ്രാവിഡാസ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ശിഖരിയും നമ്മുടെ വിമാനിയും. മെയിൻ ഷ്രൈനിന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വിളിക്കുന്നത് ശിഖര, ദ്രാവിഡ സ്റ്റൈലിൽ വിമാനം. പിന്നെ നന്ദി എന്ന് പറയുന്നത് ഈ കാണിക്കുന്നതാണ് നന്ദി. ഈ നന്ദീൻ്റെത് ദ്രാവിഡ സ്റ്റൈലിൽ ഈ അമ്പലത്തിൻ്റെ പുറത്താണ് ഉണ്ടാവുക, മറ്റേതാണെങ്കിൽ അകത്താണ് ഉണ്ടാവുക. ഇൻ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസ് നന്ദി ഈസ് പ്ലേസ്ഡ് ഔട്ട് സൈഡ്. പിന്നെ കുറച്ച് ഈ ചോളാസിൻ്റെതല്ലാത്ത കുറച്ച് ടെമ്പിൾസിൻ്റെ പേരാണ്. നമ്മളെ ചന്ദേൽ ഡൈനാസ്റ്റി ഉണ്ട്, ചന്ദേൽ ഡൈനാസ്റ്റി. അവരതാണ് കന്ദരിയ മഹാദേവ് ടെമ്പിൾ മധ്യപ്രദേശിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ഇത് നമ്മളെ വാത്സ്യായനൻ്റെ കാമസൂത്രയിൽ ഉള്ള കുറച്ച് സ്കൾപ്ചേഴ്സാണ് ഈ അമ്പലത്തിൻ്റെ അകത്തുള്ളത്. അപ്പോൾ കന്ദരിയ മഹാദേവ് ടെമ്പിൾ മധ്യപ്രദേശിലാണ്. അധികം ക്വസ്റ്റ്യൻ പേര് ഇത് ഏത് ഡൈനാസ്റ്റിയെ ബന്ധപ്പെട്ടതാണ്, ഇത് ചന്ദേല ഡൈനാസ്റ്റിയെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ അമ്പലങ്ങൾ ഖജുരാവോ ടെമ്പിൾസിൻ്റെ ഭാഗം കൂടിയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ ചാലുക്യാസിൻ്റെ തന്നെ ഹംപിയിലെ ടെമ്പിൾസ്, വിരൂപാക്ഷ ടെമ്പിൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡൈനാസ്റ്റി, വിരൂപാക്ഷ, ചാലുക്യ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ രണ്ടിൻ്റെയും ഒരു മിക്സാണ്. നഗര, നോർത്ത് ഇന്ത്യ, ദ്രാവിഡ മിക്സ്. അപ്പോൾ കർണാടക എന്ന് പറയുമ്പോൾ കുറച്ച് നടുവിലാണല്ലോ. അപ്പോൾ ഇതെന്താണ്, ചാലുക്യാസിൻ്റെ ഒരു സെപ്പറേറ്റ് സംഭവമാണ് വേസര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്. പിന്നെ ഡാൻസിങ് ഫിഗർ ഓഫ് ശിവ, നടരാജം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ടത്.
ആദ്യം കിങ് ഓഫ് ഡാൻസ്, ഇതെല്ലാം കുറച്ച് വലിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കിങ് ഓഫ് ഡാൻസ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ്. അപ്പോൾ കിങ് ഓഫ് ഡാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നടരാജൻ. അപ്പോൾ ബ്രോൺസ് നടരാജ ഓഫ് ചോളാസ്. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദ നടരാജ ബ്രോൺസ് സ്കൾപ്ചർ ഓഫ് ചോള പീരീഡ്. ശിവ ഈസ് ഷോൺ ബാലൻസിങ് ഹിംസെൽഫ് ഓൺ ഹിസ് റൈറ്റ് ലെഗ് റെപ്രസെൻറ്റിങ് തീരോഭാവ. അപ്പോൾ ഇതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ വലത്തേക്കാല് നിലത്ത് കുത്തിയിട്ട് ഇടത്തേക്കാല് പൊന്തിച്ചിട്ടായിരുന്നു നല്ലത്. അപ്പോൾ റൈറ്റ് ലെഗ് റെപ്രസെൻ്റ് ചെയ്യുന്നത് തീരോഭാവ. അതുപോലെ ലെഫ്റ്റ് ലെഗ് റെപ്രസെൻ്റ് ചെയ്ത് ഭുജൻ ഗദരിസ്ത റെപ്രസെൻറ്റിങ് കിക്കിംഗ് എവേ ദ ഇല്യൂഷൻ ഫ്രം ദ ഡിവോട്ടീസ് മൈൻഡ്. അടുത്തത് കയ്യിൽ, വലത്ത് കയ്യിലുള്ളത് ദമരു, മറ്റേ ഈ ഒരു സംഭവം. ശിവാസ് ഫേവറേറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഒക്കെ ശരിയാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് ഓർമ്മിച്ച് വെക്കാവാണെങ്കിൽ റൈറ്റ് ലെഗ് റെപ്രസെൻറ്റിങ് തീരോഭാവ, ലെഫ്റ്റ് ലെഗ് റെപ്രസെൻറ്റിങ് ഭുജന ഗദരിസദ. Which of the following dynasties of South India issued their documents first in Prakrit, later in Sanskrit? അപ്പോൾ ഇത് പല്ലവാസ് ഓഫ് തൊണ്ടൈ മണ്ഡലം. അപ്പോൾ എന്തായാലും ചോളാസ് എന്തായാലും സംസ്കൃതം ഉണ്ടാവില്ല. Who among the following Chola kings encouraged the Sailendra ruler of Sri Vijaya to build a Buddhist vihara in Nagapattanam? അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ശൈലേന്ദ്ര റൂളർ എന്ന് പറയുന്നത് ആ ഇന്തോനേഷ്യയുടെ ആ ഭാഗത്തുള്ളത്. അപ്പോൾ അതാണ് ശ്രീ വിജയയിൽ ബുദ്ധിസ്റ്റ് വിഹാരം പണിയാൻ ആരാണ് എൻകറേജ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വിജയാലയ, പരന്തക, പിന്നെ രാജരാജ വണ്ണ്, രാജേന്ദ്ര വണ്ണ്. അപ്പോൾ ഞാൻ ഓർമ്മിക്കൽ ഈ രാജേന്ദ്ര വണ്ണാണ് ഒരുപാട് ഗംഗയെ കീഴ്പ്പെടുത്തിയത്, നമ്മൾ ഇന്തോനേഷ്യ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് മുന്നേ തന്നെ ഒരു വിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിസ്റ്റ് വിഹാരമൊക്കെ ഉള്ള എൻകറേജ്മെൻറ്റ് കൊടുത്ത് രാജരാജ വണ്ണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ആൻഷ്യൻറ്റ് ഹിന്ദു മെറ്റൽ ഇമേജസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് നമ്മുടെ ബ്രോൺസുമായി ബന്ധപ്പെട്ട് ബ്രോൺസ് മെറ്റലൊക്കെ ഉള്ളത്. ചോള പീരീഡ് ഈസ് വെൽ നോൺ ഫോർ ദ എസ്തെറ്റിക് ആൻഡ് ടെക്നിക്കൽ ഫൈനസ് ഓഫ് ഇറ്റ്സ് മെറ്റൽ സ്കൾപ്ചർ. അതെ, the iconography and style of Chola metal images were similar to those of their stone counterparts. Answer രണ്ടും ശരിയാണ്. അടുത്ത് consider the following dynasties. How many of the above dynasties established their kingdoms in early 8th century AD? അതായത് ഉദ്ദേശിക്കുന്നത് ഈ 8th century ADക്ക് മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്ത കിങ്ഡംസ് ഇതിൽ എത്ര എണ്ണം ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് SSCൻ്റെ അല്ല, വലിയ IAS കാരതാണ്. അപ്പോൾ 8th century എന്ന് ഉദ്ദേശിക്കുന്നത് 700-നും 799-നും ഇടയിലുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ചോളാസിൻ്റെ പീരീഡ് തന്നെയാണ്. ആ 9th centuryക്കും 10th centuryക്കും ഇടയിലാണ് ഈ യാദവാസും കക്കാത്തിയാസും ഒക്കെ ഉള്ളത്, ഹൊയ്സലാസും ഉള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇത് എല്ലാ ആൾക്കാരും 9th to 10th centuryൻ്റെ ഇടയിലുള്ളതാണ്. അപ്പം നണ്ണാണ് ഇവിടെ ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് വാസ് എ ശിവ ടെമ്പിൾ നോട്ട് കൺസ്ട്രക്റ്റഡ് അണ്ടർ ദ ചോള റൂളേഴ്സ്? അപ്പോൾ ഇതിൽ പിന്നെ ഇതൊരു ഹിന്ദിക്കാരൻ്റെ അടിച്ചു മാറ്റുന്നതാണ് ഈ PDF എല്ലാം. മൂപ്പര് പറഞ്ഞ ഇത് ഈ പേരുകളിൽ ഈ നാനേഘട്ട് എന്ന് പറയുന്നത് കുറച്ച് നോർത്ത് ഇന്ത്യയിലെ ഒരു പേരാണല്ല. ബാക്കി ചിദംബരം, തഞ്ചാവൂർ, ഗംഗൈക്കൊണ്ട ചോളപുരം, ഇതൊക്കെ അപ്പം അങ്ങനെ ഉപയോഗിച്ചിട്ട് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. നാനേഘട്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ബീൻ ആൻ ഇമ്പോർട്ടൻറ്റ് ഏർലി ചോള പെയിൻറ്റിങ് ഡിസ്കവേർഡ് അറ്റ് ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ? അപ്പോൾ ചോളാസിൻ്റെതാകുമ്പോൾ ഒന്നുകിൽ ശിവനായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. ബുദ്ധനല്ല, ബുദ്ധ വിത്ത് ചൗരി ബേസോർ ഇതർ സൈഡ്. ശിവ, യക്ഷകാളി നമ്മളെ ബംഗാൾ ഭാഗത്ത്. അപ്പോൾ ആൻസർ ശിവ ആസ് യോഗ ദക്ഷിണാമൂർത്തി. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തമിഴ് പേര് കിട്ടുന്നുണ്ടല്ലോ. Who among the following Chola kings conquered and annexed Maldives? അപ്പോൾ ഇവിടെ വീണ്ടും ആ ഇതെടുക്കുക. ആദ്യം രാജരാജ വണ്ണ് ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒന്ന് പിന്നെ നമ്മളെ ശ്രീലങ്കയും അതുപോലെ തന്നെ കൂടെ പറഞ്ഞതാണ് മാൽഡീവ്സും. ശ്രീലങ്ക ജസ്റ്റ് അറ്റാക്ക് ചെയ്തു, മാൽഡീവ്സ് കീഴ്പ്പെടുത്തി. അപ്പോൾ ആൻസർ
രാജരാജ 1. ഹൂ ഫൗണ്ടഡ് ദ ഇനി വരുന്നത് എല്ലാ SSCൻ്റെ ക്വസ്റ്റ്യൻസ്. ഹൂ ഫൗണ്ടഡ് ദ ചോള എംപയർ? അപ്പോൾ വിജയാലയ ചോളയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആൻസർ വിജയാലയ ചോള. ഇദ്ദേഹം പല്ലവാസിൻ്റെ ഫ്യൂഡേറ്ററി ആയിരുന്നു. മുത്തരിയാറിനെ തോൽപ്പിച്ചിട്ട് തഞ്ചാവൂർ ക്യാപ്ചർ ചെയ്തു. നിശംബ സുദിനിക്ക് വേണ്ടിയിട്ട് തഞ്ചാവൂരിൽ ഒരു അമ്പലം പണിതു. ദ ടേം വെട്ടി ഇൻ ചോള എംപയർ ഈസ് റിലേറ്റഡ് ടു. അപ്പോൾ 2 തരത്തിലാണ് ടാക്സ് പറഞ്ഞത് ചോളാസിൻ്റെത്. ഒന്ന് വെട്ടി, പിന്നെ മറ്റേതായിരുന്നു കടമൈ. അപ്പോൾ വെട്ടി എന്ന് പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് വരൽ കുറേ ആൾക്കാർ കഷ്ടപ്പെട്ട് ഇങ്ങനെ പണിയെടുക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒരു കത്തിയും പിടിച്ചിട്ട് പേടിപ്പിക്കാൻ, വടിവാൾ പിടിച്ചിട്ട് ഇപ്പം വെട്ടും എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വെട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഫോഴ്സ്ഡ് ലേബർ, കടമ എന്ന് ഉദ്ദേശിക്കുന്നത് ലാൻഡ് റവന്യൂ ടാക്സ്. ഇപ്പോൾ 2 തരത്തിലായിരുന്നു ടാക്സ് ഉണ്ടായിരുന്നത്. രാജേന്ദ്ര 1 വാസ് ദ സൺ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചോള കിങ്? അപ്പോൾ വിജയാലയ, പരന്തക, രാജരാജ 1, രാജേന്ദ്രൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനായിരുന്നു രാജേന്ദ്രൻ. അപ്പോൾ ആൻസർ രാജരാജ 1. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ 11th century ദ ആർമി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചോളാസ് റീച്ച്ഡ് അപ് ടു ഗംഗ ടു ഇൻവേഡ് ബംഗാൾ? അപ്പോൾ രാജേന്ദ്ര 1 അദ്ദേഹത്തിൻ്റെ ആർമി ഗംഗയെ കീഴ്പ്പെടുത്തി. എന്നിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയ ടൈറ്റിലാണ് ഗംഗയെ കൊണ്ട ചോളപുരം. അദ്ദേഹം ഒരു പുതിയതായിട്ടൊരു സിറ്റിയും കൂടെ പണിതു. എന്നിട്ട് ആ ഗംഗയിലെ വെള്ളമൊക്കെ ഇവർ സിംബോളിക്കായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ചോള റൂൾ രാജരാജ 1 റൂൾഡ് ഫ്രം. രാജരാജ 1ൻ്റെ 2 ഇതും എവിടുന്നാണ്, ഏത് വർഷമാണ് തുടങ്ങിയത്, അതുപോലെ ഏത് വർഷമാണ് എൻഡ് ചെയ്തത്. അപ്പോൾ ഈ രാജരാജ 1 ആണ് 1000 ക്രോസ് ചെയ്തത്, 1000ൻ്റെ അപ്പുറം ഇപ്പുറം. 985 റെയിൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് അവസാനിക്കുന്നത് 1014. ആൻസർ 1014. മറ്റേത് 1014 to 44. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ സൗത്ത് ഇന്ത്യ ദ ഡാഷ് വാസ് എ വില്ലേജ് അസംബ്ലി ഫൗണ്ട് ഇൻ ഏരിയാസ് വേർ ദ ലാൻഡ് ഓണേഴ്സ് വെർ നോട്ട് ബ്രാഹ്മിൻസ്. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഭൂമിയിലുള്ള ആളുകൾ അവരെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാവുന്നത് 2 തരത്തിലായിരുന്നു. 2 തരത്തിലാണ് വില്ലേജ് അസംബ്ലികളുള്ളത്. ഒന്ന് ഊര്, അതുപോലെ തന്നെ മറ്റേതാണ് സഭ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നോട്ട് ബ്രാഹ്മിൻസ് ആണ്. അപ്പോൾ ബ്രാഹ്മിൻസ് അല്ലാത്തവർ, അപ്പോൾ അതാണ് ഊര്. ബ്രാഹ്മിൻസിൻ്റെതാണ് സഭ. വിച്ച് among the following terms was used for the land given to Brahmins during the ബ്രാഹ്മിൻസിന് ബ്രഹ്മദേയ? Name the Chola inscription that provided details of the way in which the Sabha was organized in the local administration in the Chola Empire. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഉണ്ട്, ഊര്, സഭ. ഇതെങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇതിലാരൊക്കെയാണ് പങ്കെടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിഞ്ഞത് ഒരു ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ വഴിയാണ്. ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. വിച്ച് ഇന്ത്യൻ ഡൈനാസ്റ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ഹൈലി സ്കിൽഫുൾ ബ്രോൺസ് സ്കൾപ്ചേഴ്സ്? അത് മെറ്റൽ വർക്ക് കുറച്ച് നന്നായിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ആ ഡാൻസിങ് ശിവ. അപ്പോൾ അത് ചോളാസാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. അനുരാധപുര ദ ഓൾഡ് ക്യാപിറ്റൽ ഓഫ് ശ്രീലങ്ക വാസ് ഡിസ്ട്രോയിഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ഇൻ സൗത്ത് ഇന്ത്യ ഇൻ 10th century AD? അപ്പോൾ എളുപ്പമാണ് ചോളാസ്. അപ്പോൾ ഇവിടുന്ന് ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടി. ശ്രീലങ്കയുടെ പഴയ ക്യാപിറ്റലിൻ്റെ പേര് അനുരാധപുര എന്നാണ്. അപ്പോൾ അച്ഛനായ രാജരാജ 1 ശ്രീലങ്ക അറ്റാക്ക് ചെയ്തു. ശ്രീലങ്കയുടെ മറ്റൊരു പേര് സിലോൺ എന്നും കൂടിയാണ്, സിലോൺ. രാജേന്ദ്ര 1 പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി. അപ്പോൾ ചോള റൂളേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ അബൌട്ട് ട്രൂ അബൌട്ട് ചോളാസ്? ദ ക്യാപിറ്റൽ ഓഫ് ചോള കിങ്ഡം ഈസ് തഞ്ചാവൂർ. കറക്റ്റ്. അടുത്തത്. വിക്രം ചോള ഹാഡ് ഇൻ ഹിസ് വെയിൻ ദ ബ്ലഡ് ഓഫ് ചോളാസ് ആൻഡ് ഈസ്റ്റേൺ ചാലുക്യാസ്. ഇത് നമ്മൾ ഈ പറഞ്ഞ റൂളേഴ്സിനൊക്കെ ശേഷം വരുന്ന റൂളറാണ്. അപ്പോൾ ആ സമയത്ത് ഈ ചാലുക്യാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ളൊരു ചാലുക്യാസിലൊരു വിഭാഗമാണ് ഈസ്റ്റേൺ ചാലുക്യാസ്. അപ്പോൾ രാജേന്ദ്ര 1 ശേഷം വരുന്ന 2-3 റൂളേഴ്സിന് ശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചോളയാണ് വിക്രം ചോള. രാജേന്ദ്ര 1 ചോള ഈസ് നോൺ ആസ് ഗംഗൈ കൊണ്ട ചോളൻ. കറക്റ്റ്.
പോൾ 1, 2 and 3. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ, അല്ല 40 അല്ല, അടുത്ത ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു മെഡീവിയൽ ഹിസ്റ്ററി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്നാമത്, ദ ഫൗണ്ടർ ഓഫ് ദ ചോള ഡൈനാസ്റ്റി കോൾഡ് ദ ഇമ്പീരിയൽ ചോളാസ്. അതായത് സംഘം ചോളാസിന് ശേഷം 9th century വരുന്നതാണ് ഇമ്പീരിയൽ ചോളാസ്. ക്യാപിറ്റൽ ഫൗണ്ടർ വിജയാലയ. കറക്റ്റ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് വിച്ച് റൂൾഡ് ഇൻ നോർത്ത് ഇന്ത്യ വാസ് ഗുർജര പ്രതികാസ്. ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ ഇന്ത്യേൻ്റെ കനോജിന് വേണ്ടി ഇതാക്കിയ ഒരു ഗുജറാത്തിൻ്റെ ഭാഗത്തുള്ളതാണ് പ്രതിഹാരാസ്. അപ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്, അപ്പോൾ അത് ശരിയാണ്. അടുത്ത, പാലാസ് റൂൾഡ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് രാഷ്ട്രകൂടാസ് റൂൾഡ് ഇൻ സതേൺ ഇന്ത്യ ഇൻ ഇയർലി. അത് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിൻ്റെ ക്വസ്റ്റ്യൻ ആയത്. അപ്പോൾ തെറ്റാണ്. പാലാസ് ഈസ്റ്റേൺ ഇന്ത്യയിലാണ്. ഇവിടെയാണ് പാലാസ്. കൃഷ്ണ 3 ഓഫ് രാഷ്ട്രകൂട ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ്ഡ് എ വിക്ടറി പില്ലർ ആൻഡ് എ ടെമ്പിൾ അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ ആഫ്റ്റർ ഡിഫീറ്റിംഗ് ദ ചോള റൂളർ പരന്തക 1. അപ്പോൾ വിജയാലയ, പരന്തക, രാജരാജ. അപ്പോൾ ഈ പരന്തകാൻ്റെ സമയത്ത് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, ഇദ്ദേഹം ആദ്യം പാണ്ഡ്യാസിനെ കീഴ്പ്പെടുത്തി, പക്ഷേങ്കിൽ രാഷ്ട്രകൂട റൂളറായ കൃഷ്ണ ദി 3 ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. അതിൻ്റെ വിക്ടറി മെമ്മറി ആയിട്ട് ഒരു പില്ലർ സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചത് രാമേശ്വരത്താണ്. ടെമ്പിളിൻ്റെ പേരാണ് കൃഷ്ണേശ്വര ടെമ്പിൾ അറ്റ് രാമേശ്വരം. അടുത്തത്, കുലോത്തുംഗ 1 വാസ് എ കിങ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ബാക്കി എല്ലാ ചോളാസിൻ്റെയും പേരിൻ്റെ അറ്റത്ത് അധികം ചോള എന്നുണ്ടാവലുണ്ട്. അപ്പോൾ ഈ പിന്നെ പരന്തക, പ്രാന്തക, കുലോത്തുംഗ, ഇത് അതുകൊണ്ടാണ് ഇത് SSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. കുലോത്തുംഗ ഒരു ചോള റൂളറാണ്. ഇദ്ദേഹത്തിനെ പറ്റി നേരത്തെ പറഞ്ഞത് ഈ രാജേന്ദ്ര 1ൻ്റെ മകളുടെ മകനാണ്. അതായത് സാധാരണ അച്ഛൻ്റെ വഴിയാണല്ല ഇങ്ങനെ ഈ ഭരണം കിട്ടുക. അപ്പോൾ ഇത് പക്ഷേ മകളുടെ മകനാണ്. അപ്പോൾ ഇതിന് ശേഷം പ്രധാനപ്പെട്ട റൂളേഴ്സൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ മകൾ വിവാഹം ചെയ്യുന്നത് ചാലുക്യക്ക് ഇങ്ങനെയാണ്, ഈസ്റ്റേൺ ചാലുക്യാസിനെയാണ്. അപ്പോൾ അച്ഛൻ്റെ വഴി വെച്ച് നോക്കുമ്പോൾ ഇവർ ശരിക്കും ഈസ്റ്റേൺ ചാലുക്യാസാണ് വരേണ്ടത്, ഈ കുലോത്തുംഗ. പക്ഷേങ്കിൽ അമ്മ രാജേന്ദ്ര ഫസ്റ്റിൻ്റെ മകളാണ്. അപ്പോൾ അങ്ങനെ ഒരു മിക്സിങ് നടക്കുന്നുണ്ട് ഇവിടെ ചോളാസും ഈസ്റ്റേൺ ചാലുക്യാസും തമ്മിൽ. അപ്പോൾ അതുകൊണ്ടും കൂടിയായിട്ടാണ് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കുലോത്തുംഗ 1 ഒരു ചോള റൂളറാണ്. ദ കിങ്സ് ഓഫ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് ഡിഫീറ്റഡ് ദ കിങ്സ് ഓഫ് മലായ, ജാവ, സുമാത്ര. ഇപ്പോൾ ചോളാസ്, അതായത് ഈ ഒരു ഭാഗത്തുള്ളവർ, ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളവർ. അടുത്തത്, സഭ ആൻഡ് ഊര്. 2 kinds of village assemblies are referred to in which of the following dynasties? Chola. Brahmadeya, a type of land during the Chola period, was Brahma എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ, ഗിഫ്റ്റഡ് ടു ബ്രാഹ്മണാസ്. ഇപ്പം നോൺ ബ്രാഹ്മണൻ എന്ന് പറയുന്നതാണ് ഇതിൽ ഡൗട്ട് വരാൻ സാധ്യത. അതാണ് വെല്ലൻ വകൈ, അത് വേലൻ വകൈ. ഈ വേലൻ എന്നെല്ലാം പറയുന്ന പേര് തന്നെ കുറച്ചൊരു ബ്രാഹ്മണന്മാരൊരു ടൈപ്പ് പേരല്ലല്ല, വേലൻ. വേലൻ വകൈ, അതായത് വെള്ളൻ വകൈ. നോൺ ബ്രാഹ്മണ പെസൻറ്റ് പ്രോപ്പർട്ടി. ടെമ്പിൾസിനുള്ളത് ദേവദാനം. അടുത്തത്, രാജരാജ 1 കൺസിഡേർഡ് ദ മോസ്റ്റ് പവർഫുൾ ചോള റൂളർ ബിക്കം ദ കിങ് ഇൻ. അപ്പോൾ ഇതാണ് ഈ രാജരാജ 1ൻ്റെ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടു. 985 വന്നു, 1014 അടുത്ത രാജേന്ദ്രൻ വന്നു. 985 2014 985. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൗൺസ് വാസ് ബിൽറ്റ് ബൈ ദ റൂളർ വിജയാലയ ഇൻ കാവേരി ഡെൽറ്റ. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തിരിഞ്ഞിട്ടാണ് ഏത് ടൗണാണ് വിജയാലയ കാവേരി ഡെൽറ്റയിൽ പണിതു എന്നാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഇമ്പീരിയൽ ചോള സ്ഥാപിക്കുന്ന ഫൗണ്ടറാണ് വിജയാലയ. അപ്പോൾ ഇദ്ദേഹം ഈ എംപയർ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്ന സമയത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തഞ്ചാവൂരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മുത്തരായറിനെ തോൽപ്പിച്ചിട്ട് തഞ്ചാവൂർ സിറ്റി സ്ഥാപിക്കുന്നത്. ആൻസർ തഞ്ചാവൂർ. അപ്പോൾ വിജയാലയ. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെയാണ്, വിച്ച് ടൗൺ വാസ് ബിൽറ്റ് എന്ന് ചോദിക്കുന്നത്. വിജയാലയ ചോള, ഫൗണ്ടർ ഓഫ് ഇമ്പീരിയൽ ചോള, ക്യാപിറ്റൽ തഞ്ചാവൂർ. സുൽത്താൻ മഹ്മൂദ് ഓഫ് ഗസ്നി വാസ് എ കണ്ടംപററി ഓഫ് വിച്ച് ചോള കിങ്. അപ്പോൾ മഹ്മൂദ് ഓഫ് ഗസ്നിയെ പറ്റി ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ രാജേന്ദ്രൻ. ആദ്യം രാജരാജ, പിന്നെ രാജേന്ദ്രൻ. അപ്പോൾ ആൻസർ ഇവിടെ രാജേന്ദ്ര 1 ആണ്.
മറ്റേൽ എഴുതിയത് തെറ്റാണ്. Who among the following belong to the ancient chiefly family of the Cholas from Urayur captured the Kaveri Delta from Muttariyar in the middle of 9th century? അപ്പോൾ അതായത് ആരാണ് സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹു among the following belonged to the ancient chiefly family of Cholas? അപ്പോൾ ഇതേത് ചോളാസിനെ പറ്റിയിട്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മളെ സംഘം ഏജ് ചോളാസ് 3rd BC to 3rd AD വരെ ഉണ്ടായ, അപ്പോൾ അതാണ് ഏൻഷ്യൻ ചീഫ്ലി ഫാമിലി ഓഫ് ചോളാസ്. അപ്പോൾ അതിൽ ബിലോങ് ചെയ്യുന്ന ആൾ അതാരാണ്? വിജയാലയൻ ഫ്രം ഉറയൂർ. ക്യാപ്ചേർഡ് ദ കാവേരി ഡെൽറ്റ ഫ്രം മുത്തരയ്യാർ. എന്നിട്ട് അവിടെ സ്ഥാപിച്ച പട്ടണമാണ് തഞ്ചാവൂർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൗൺസ് വാസ് ഗ്രോൺ ആസ് എ ടെമ്പിൾ ടൗൺ ഡ്യൂറിങ് ദ ചോള ഡൈനസ്റ്റി? അത് ആ സമയത്ത് ചോളാസിൻ്റെ സമയത്തുള്ള ഒരു ടെമ്പിൾ ടൗൺ എന്ന് പറയുന്നതാണ് പില്ലസ്വാമിൻ. അപ്പോൾ ഇത് ആൻസർ കണ്ടത് വിദിശയാണ്, മധ്യപ്രദേശിലെ വിദിശ മധ്യപ്രദേശ്. Which of the following territories to the south and north were made part of the Chola king by the successor of the ruler വിജയാലയ? അപ്പോൾ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് വിജയാലയ സ്ഥാപിച്ചു, അതിന് ശേഷം ചോള എംപയർ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു സൗത്ത് ഇന്ത്യൻ ഭാഗം മുഴുവൻ ചോള എംപയറിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഏതൊക്കെ ഈ സൗത്തിൽ ആരെയാണ് കീഴ്പ്പെടുത്തിയത്, നോർത്തിൽ ആരെയാണ് കീഴ്പ്പെടുത്തിയതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സൗത്തിൽ പാണ്ഡ്യാസ്, നോർത്തിൽ പല്ലവാസ്. വിച്ച് ഡൈനാസ്റ്റി ബ്രോൺസ് സ്റ്റാച്യൂസ് were made using the lost wax technique? അപ്പോൾ ചോളാസ്. പുഹർ ഓർ കാവേരി പട്ടണം വാസ് ദ പോർട്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റി? ആൻസർ ചോളാസ്. അവരുടെ പോർട്ട് സിറ്റീൻ്റെ പേരാണ് കാവേരി പട്ടണം. അടുത്തത് ഈ ടെമ്പിൾ ആർക്കിടെക്ചറായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇൻ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾസ്, അതായത് സൗത്ത് ഇന്ത്യയിലെ മെയിൻ ടെമ്പിൾ ടവർ ഈസ് നോൺ ആസ്, അതായത് ഗർഭഗൃഹത്തിൻ്റെ മേലെയുള്ള ആ ടെമ്പിൾ ടവറിന് വിളിക്കുന്ന പേരെന്താണ്? മെയിൻ ടെമ്പിൾ ടവർ ഈസ് നോൺ ആസ് വിമാനം. ഇതിലാണ് മെയിനായിട്ട് വ്യത്യാസമുള്ളത്. ഇതിന് വിമാനം എന്നും വിളിക്കും. നോർത്ത് ഇന്ത്യയിലെ സ്റ്റൈല് അതിനെ വിളിക്കുന്ന പേരാണ് നഗര സ്റ്റൈൽ, രണ്ടും എന്നാണ്, അത് ശിഖര. സൗത്ത് ഇന്ത്യയിലെ ദ്രാവിഡ സ്റ്റൈലിൽ മെയിൻ ടെമ്പിൾ ടവറിന് വിളിക്കുന്ന പേരാണ് വിമാനം. ദ എൻട്രൻസ് ഗേറ്റ് വേ ഇൻ ദ്രാവിഡിയൻ ടെമ്പിൾ ഈസ് നോൺ ആസ് ഗോപുരം. അപ്പോൾ ഒരു ഗോപുരം കടന്നിട്ട് വേണം നമ്മൾ അകത്തേക്ക് കിടക്കാൻ. The architectural marvels temples of ഗംഗൈകൊണ്ട ചോളപുരം were built by which of the following temple? മൂന്നാളെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജരാജ 1, രാജരാജ 2. ഇവർ രണ്ടുപേരും 2 ബൃഹദേശ്വര ടെമ്പിൾ പണിതു. ഒരാൾ തഞ്ചാവൂരും മറ്റേ ഗംഗൈകൊണ്ട ചോളപുരം. ഇത് ഐരാവതേശ്വര ടെമ്പിൾ. ക്വസ്റ്റ്യൻ വന്നത് ഗംഗൈകൊണ്ട ചോളപുരം ആരാണ്? രാജേന്ദ്രൻ. പിന്നെ ടെമ്പിളുമായി ബന്ധപ്പെട്ടത് വേറൊരു ക്വസ്റ്റ്യൻ വന്നത് ഈ കൈലാസ ടെമ്പിൾ അറ്റ് അല്ലോറ. കൈലാസ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രകൂടാസ്. അപ്പോൾ അതിൽ കൃഷ്ണാദി ഫസ്റ്റ്. അടുത്തത് ദ എലിപ്റ്റിക്കൽ ഷേപ്പ് ഇൻ ടെമ്പിൾ ആർക്കിടെക്ചർ ഇൻ ദ്രവീഡിയൻ സ്റ്റൈൽ ആർ നോൺ ആസ് ഗജപ്രസ്ഥ. പുതിയൊരു പോയിൻ്റാണ്. ദ എലിപ്റ്റിക്കൽ ഷേപ്സ് ഇൻ ടെമ്പിൾ ആർക്കിടെക്ചർ ദ്രവീഡിയൻ സ്റ്റൈൽ. എലിപ്റ്റിക്കൽ ഷേപ്പ് ഇൻ ദ്രവീഡിയൻ സ്റ്റൈൽ ആർ നോൺ by which of the given terms? ഗജപ്രസ്ഥ. വല്ലഭി ടൈപ്പ് ഓഫ് നഗര ടെമ്പിൾസ്. വല്ലഭി എന്ന് പറയുന്നത് ഗുജറാത്തിലെ സ്ഥലം. നഗര ടെമ്പിൾസ് ആർ ജനറലി ഡാഷ് ഇൻ ഷേപ്പ് വിത്ത് എ റൂഫ് ദാറ്റ് റൈസസ് ഇൻ ടു എ വോൾട്ടഡ് ചേംബർ. അപ്പോൾ വല്ലഭി എന്ന് പറഞ്ഞാൽ മൈത്രകാസിൻ്റെ ക്യാപിറ്റലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ റെക്റ്റാങ്കിളാണ്. അപ്പോൾ നഗര ടെമ്പിളിലെ വല്ലഭി ടൈപ്പ് എന്ന് പറയുന്നത് വിത്ത് എ റൂഫ് റൈസസ് ഇൻ ടു വോൾട്ടഡ് ചേംബർ. അപ്പോൾ ആൻസർ റെക്റ്റാങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ ഐരാവതേശ്വര ടെമ്പിൾ. അപ്പം മൂന്നാമത്തെ ടെമ്പിളായിട്ട് പറയുന്നത് രാജരാജ ചോള 2. ഐരാവതേശ്വര ടെമ്പിൾ ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസിൽ ഒന്നാണ്. ബൃഹദേശ്വര ടെമ്പിൾ ഓഫ് തഞ്ചാവൂർ വാസ് ബിൽഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പിൾ. അപ്പോൾ ഇവിടെ തഞ്ചാവൂരിന് കൊടുത്തുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി. ഇനി വെറും ബൃഹദേശ്വര എന്ന് ചോദിച്ചാലും രാജരാജ ചോളയാണ്.
തഞ്ചാവൂരിൽ പണിതത് രാജരാജ ചോള. ഗംഗൈകൊണ്ട ചോളപുരത്തിൽ രാജേന്ദ്ര. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ഫേമസ് ബൃഹദേശ്വര ടെമ്പിൾ സിറ്റുവേറ്റഡ്? തമിഴ്നാട്. സിദ്ധേശ്വർ മഹാദേവ് ടെമ്പിൾ ഇൻ ബംഗാൾ ഡെപ്പിക്ട്സ് ദ ആർക്കിടെക്ചർ ഓഫ് വിച്ച് ഡൈനാസ്റ്റി? അപ്പോൾ ഇതിൽ പിന്നെ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടതെന്ന് മൂപ്പര് പറഞ്ഞത് ഓപ്ഷൻ എലിമിനേഷനാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഈ അമ്പലം അറിയില്ല, പക്ഷേ ഇവിടെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബംഗാൾ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശുങ്കാസ് അല്ല, ചാലുക്യാസ് സൗത്തിലാണ്, അതല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നുള്ളൊരു ഓപ്ഷൻ പിക്ക് ചെയ്യാനുള്ളത് ഈ പാലാസ് എന്ന് പറയുന്നത് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിൻ്റെ സമയത്ത് പാലാസ് ഈസ്റ്റിലാണെന്നും പ്രതിഹാരാസ് വെസ്റ്റിലാണെന്നും രാഷ്ട്രകൂടാസ് ഇവിടെയാണെന്നുണ്ട്. അപ്പോൾ ഈ ബംഗാൾ പ്രൊവിൻസ് ഏരിയയിലുള്ള ഡൈനാസ്റ്റി എന്നുള്ള അർത്ഥത്തിൽ പാലാ ഡൈനാസ്റ്റി പിക്ക് ചെയ്യുക. അതായത് ഒരു ഓപ്ഷൻ എലിമിനേഷൻ. അടുത്ത സ്റ്റാർ ഷേപ്പ്ഡ് ടെമ്പിൾസ്. ഇങ്ങനെ ബേസ് സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ളത്. സ്റ്റാർ ഷേപ്പ്ഡ് ടെമ്പിൾസ് വർ ബിൽറ്റ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഹൊയ്സലാസ്. ചെന്നക്കേശവ ടെമ്പിൾ. അടുത്തത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെമ്പിൾസ് വിൽ യു ഫൈൻഡ് ഗോപുരം? അതായത് ഗോപുരമുണ്ട് വിമാനമുണ്ട്. അപ്പോൾ ഗോപുരം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗോപുരം ഉണ്ടാവുക, അല്ല, ഗോപുരം എന്ന് പറഞ്ഞാൽ ആ എൻട്രൻസ്, നമ്മുടെ മെയിൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുണ്ടാകുന്ന എൻട്രൻസ് ആണ് ഗോപുരം. അപ്പോൾ അതുണ്ടാവുക സൗത്ത് ഇന്ത്യയിലാണ്, അഥവാ ദ്രാവിഡ സ്റ്റൈലിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷനിൽ പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 ദ്രാവിഡ സ്റ്റൈലിൽ പണിത അമ്പലത്തിലാണ് ഗോപുരം ഉണ്ടാവുക. ഗോപുരം എന്ന് പറയുന്നത് മെയിൻ എൻട്രൻസിന് വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ദ്രാവിഡ സ്റ്റൈൽ പിക്ക് ചെയ്യുക. മൗണ്ട് അബു അല്ല, അമൃത്സർ ആയിരിക്കില്ല. ചിദംബരം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ശിവ ടെമ്പിൾ ചിദംബരം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ് ഗംഗൈകൊണ്ട ചോള? രാജേന്ദ്ര ചോള. അപ്പോൾ ചോള ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് കഴിഞ്ഞു. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് ലാസ്റ്റ് പോയിൻ്റ് ആയിരുന്നു ആൻഷ്യൻ്റ് ഇന്ത്യയിലെ. അപ്പോൾ ഇതുവരെയായിട്ട് ആൻഷ്യൻ്റ് ഇന്ത്യയിൽ 15 വീഡിയോസ് കംപ്ലീറ്റ് ആയി. അടുത്തത് ഇനി മെഡീവിയൽ ഇന്ത്യ.